23 ഡിഗ്രി പ്രിലിംസിന്റെ ദിലീപിന്റെ ശമ്പളത്തിന്റെ റേഷ്യോ 5, ദിലീപിന്റെ ശമ്പളം 4 ഡിഗ്രി പ്രിലിംസിന്റെ ഫേസ് 2 അത് പൊട്ടും അല്ലെ പൊട്ടാത്ത കണ്ണാടിയുടെ റേഷ്യോ ക്രോസ് ചെയ്ത വ്യത്യാസം 21-25 വ്യത്യാസം 4. മുമ്പേ കൂട്ടുന്ന ചോദ്യമാണ്, ഇവിടെ കുറയുന്ന റേഷ്യോ പ്രപ്പോർഷൻ, പെർസെന്റേജ്, ആവറേജ്. ഇത് മൂന്നും ഒരുമിച്ച് വരുന്ന ചോദ്യങ്ങളിൽ 52 60 തമ്മിലുള്ള വ്യത്യാസം 8. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ജെറിൻ. നിങ്ങളെ ഏവരെയും ട്രിക് ടേണിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനി വരാൻ പോകുന്ന ഡിഗ്രി ലെവൽ പ്രിലിംസ്, അതുപോലെ തന്നെ ഡിഗ്രി ലെവൽ മെയിൻസ്, ഈ പരീക്ഷകൾക്ക് കാര്യമായി പഠിക്കുന്ന മുഴുവൻ ആളുകളും ഈ ഒരു ക്ലാസ് കംപ്ലീറ്റ് ആയിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ റേഷ്യോ പ്രപ്പോർഷൻ, അംശബന്ധവും അനുപാതവും, ഈ ഒരു ടോപ്പിക്കിന്റെ കീഴിൽ നിന്ന് ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷയിൽ അതുപോലെ തന്നെ മെയിൻസ് പരീക്ഷയിൽ എന്തൊക്കെ ചോദ്യങ്ങൾ വന്നോ അത് മുഴുവൻ നമ്മൾ കൃത്യമായൊരു ഓർഡറിൽ പഠിച്ചു മാറും. ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ഡിഗ്രി ലെവൽ പ്രിലിംസ് മെയിൻസ് പരീക്ഷകളിൽ വന്ന എല്ലാ ചോദ്യങ്ങളും നമ്മൾ നല്ല വൃത്തിക്ക് പഠിച്ചു മാറും. ഇനി വരാൻ പോകുന്ന ഡിഗ്രി ലെവൽ പരീക്ഷകൾ എഴുതുന്ന മുഴുവൻ ആളുകൾക്കും ഇത് 100% പ്രയോജനമായിരിക്കും. പിന്നെ ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, നമ്മുടെ ചാനലിൽ നിങ്ങൾ ആദ്യമായിട്ടാണെങ്കിൽ ഈ ക്ലാസ്സുകൾ ഉപകാരപ്പെട്ടാൽ തീർച്ചയായും ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റുള്ളവർക്ക് ഈ ക്ലാസ്സുകൾ പ്രയോജനപ്പെടുമെന്ന് തോന്നിയാൽ അവർക്കൂടെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടാനായിട്ട് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. പിന്നെ ഡിഗ്രി ലെവൽ പരീക്ഷകൾ എഴുതുന്നവർക്ക് മാത്രമായിട്ട് നമ്മൾ ഡിഗ്രി ലെവൽ 2025 എന്ന് പറയുന്ന ഒരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ട്രിക് ടേണിന്റെ നമ്മുടെ ചാനലിന്റെ പ്ലേലിസ്റ്റ് എടുക്കുക. ഡിഗ്രി ലെവൽ 2025 എന്ന് പറയുന്ന ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്. അതിൽ നമ്മൾ ഇന്ന് ചെയ്യുന്ന പോലെ തന്നെ ഓരോ ടോപ്പിക്കിൻ്റെയും കീഴിൽ നിന്ന് പ്രിലിംസ് പരീക്ഷയിൽ മെയിൻസ് പരീക്ഷയിൽ വന്നിട്ടുള്ള മുഴുവൻ ചോദ്യങ്ങളും നമ്മൾ ടോപ്പിക് വൈസ് ആയിട്ട് ചെയ്തു പോകുന്നുണ്ട്. എല്ലാം ചെറിയ ക്ലാസ്സുകളാണ്. ഇപ്പോൾ നമ്പേഴ്സ് നമ്മൾ തീർത്തു, ക്ലോക്ക് തീർത്തു, അങ്ങനെ പ്രോഗ്രഷൻസ് തീർത്തു, അങ്ങനെ കൃത്യമായ ഒരു ഓർഡറിൽ നമ്മൾ ഈ ഒരു പ്ലേലിസ്റ്റിൽ ക്ലാസ്സുകൾ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഡിഗ്രി ലെവൽ എഴുതുന്ന മുഴുവൻ ആളുകളും ഇതൊക്കെ മാക്സിമം പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. അപ്പോൾ സമയം കളയാതെ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലോട്ട് പോകുന്നു. 2023 ഡിഗ്രി പ്രിലിംസിന്റെ ഫേസ് 1 വന്ന ചോദ്യം ഇങ്ങനെയാണ്: ഫൈൻഡ് ദ റേഷ്യോ ഓഫ് 8 rupee to 80 പൈസ. മലയാളത്തിൽ പറഞ്ഞാൽ 8 രൂപയും 80 പൈസയും തമ്മിലുള്ള റേഷ്യോ കണ്ടെത്തുക എന്നതാണ് ചോദ്യം. വളരെ സിമ്പിളായ ചോദ്യമാണ്. പക്ഷെ ഇവിടെ ഒരു കുഴപ്പമുണ്ട്. 1 രൂപയും 1 പൈസയുമാണ്. ആലോചിച്ച് നോക്ക്. അപ്പോൾ നമുക്ക് അങ്ങനെ തോന്നിയ പോലെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പൈസയിലാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ആ ചോദ്യം മുഴുവൻ പൈസയിലാവണം. രൂപയിലാണ് ചെയ്യുന്നതെങ്കിൽ ആ ചോദ്യം മുഴുവൻ രൂപയിലാവണം. അപ്പോൾ ഒന്നുകിൽ നമ്മൾ ഇതിനെ രൂപയിലേക്ക് മാറ്റുക, അല്ലെങ്കിൽ നമ്മൾ ഇതിനെ പൈസയിലേക്ക് മാറ്റുക. പിന്നെ ഒരു PSC പരീക്ഷകൾ എഴുതുന്ന എല്ലാവർക്കും ചെറിയ യൂണിറ്റിൽ ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഇപ്പൊ കിലോഗ്രാമും ഗ്രാമും ആണെങ്കിൽ ഗ്രാമിലാക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ മില്ലി ലിറ്ററും ലിറ്ററും ആണെങ്കിൽ മില്ലി ലിറ്ററിലാക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ രൂപയും പൈസയും ആണെങ്കിൽ പൈസയിലാക്കുന്നതായിരിക്കും നല്ലത്. കാര്യം വലിയ യൂണിറ്റ് ആണെങ്കിൽ ഇത് പോയിന്റ് ആയി മാറും. പിന്നെ ചെയ്യാൻ നമ്മളൊക്കെ ചെയ്തു വരുമ്പോഴത്തേക്കിന് അടിപൊളിയായിരിക്കും. അപ്പൊ എപ്പോഴും ചെറിയ യൂണിറ്റിലാക്കുക. ഇവിടെ രൂപയുമുണ്ട് പൈസയുമുണ്ട്. നമ്മൾ ഇതിനെ പൈസയിലേക്ക് മാറ്റുന്നു. 8 രൂപ എന്ന് പറഞ്ഞാൽ 800 പൈസയാണ്. അപ്പുറത്ത് 80 പൈസ അതുപോലെ തന്നെയുണ്ട്. കാര്യം 1 രൂപ എന്ന് പറയുന്നത് 100 പൈസയാണ്. 2 രൂപ എന്ന് പറയുന്നത് 200 പൈസയാണ്. അപ്പൊ 8 രൂപ എന്ന് പറയുന്നത് 800 പൈസയാണ്. ഇപ്പം നമ്മുടെ ട്രാക്കിലായി. 800 പൈസയും 80 പൈസയും തമ്മിലുള്ള റേഷ്യോയാണ് വേണ്ടത്. ഓക്കെ, ഈ സൈഡിൽ 2 പൂജ്യം, ഈ പൂജ്യോടെ പോയി. അപ്പൊ 80:8 ആയി. നമുക്ക് എല്ലാവർക്കും അറിയാം, റേഷ്യോ ആക്കുമ്പോൾ ഒരേ നമ്പർ കൊണ്ട് ചെറുതാക്കാൻ പറ്റുമെങ്കിൽ ചെറുതാക്കുക. 80നെയും 8നെയും നമുക്ക് 8 കൊണ്ട് ചെറുതാക്കാം, അതായത് 8 കൊണ്ട് ഹരിക്കാം. 80നെ 8 കൊണ്ട് ഹരിക്കുമ്പോൾ 10ഉം 8നെ 8 കൊണ്ട് ഹരിക്കുമ്പോൾ 1ഉം വന്നു. സോ നമ്മുടെ ഉത്തരം 10:1 ആണ്. ഓപ്ഷൻ എ ഈസ് അവർ ആൻസർ. വളരെ പെട്ടെന്ന് ഒന്നുകൂടെ പറയുന്നു. 8 രൂപ മുതൽ 80 പൈസ വരെയുള്ള റേഷ്യോ എത്ര? 8 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം 800 പൈസയാണ്.
80 പൈസ അതുപോലെ. അപ്പൊ യൂണിറ്റ് സെയിം ആയി, രണ്ടും പൈസയായി. ഈ പൂജ്യവും ഈ പൂജ്യവും പോയി. 80ഉം 8ഉം 10 കൊണ്ട് വെട്ടിയാൽ 8 കൊണ്ട് വെട്ടിയാൽ ഇത് 10ഉം ഇത് 1ഉം ആവും. നമ്മുടെ ഉത്തരം 10:1. അടുത്ത ചോദ്യം 2022 ഡിഗ്രി പ്രിലിംസിന്റെ ഫേസ് 3. ചോദ്യം ഇങ്ങനെയാണ്: 90 സെന്റിമീറ്റർ മുതൽ 1.5 മീറ്റർ വരെ അനുപാതം കണ്ടെത്തുക. മലയാളത്തിലാക്കിയതിൻ്റെതായ ചെറിയൊരു പ്രശ്നം ഈ ചോദ്യത്തിലുണ്ട്, എന്നാലും നമുക്ക് പറയാം. ഈ ചോദ്യം ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ്: 90 സെന്റിമീറ്റർ ടു 1.5 മീറ്ററിന്റെ റേഷ്യോ കാണുക. 90 സെന്റിമീറ്റർ ടു 1.5 മീറ്ററിന്റെ റേഷ്യോ. ഇത് കണ്ടപ്പോഴേ നമുക്ക് മനസ്സിലായി ഒരെണ്ണം സെന്റിമീറ്ററിലും ഒരെണ്ണം മീറ്ററിലുമാണ്. ഒന്നുകിൽ രണ്ടും സെന്റിമീറ്റർ ആവണം, അല്ലെ രണ്ടും മീറ്റർ ആവണം. നമുക്ക് ചെറിയ യൂണിറ്റിലേക്ക് പോവാം. 90 സെന്റിമീറ്ററും മീറ്ററും ഉണ്ട്, നമ്മൾ സെന്റിമീറ്ററിലാക്കുന്നു. 90 സെന്റിമീറ്റർ നമ്മൾ അതുപോലെ എഴുതി. 1.5 മീറ്റർ. മക്കളെ, ഒരു മീറ്റർ എന്ന് പറയുന്നത് 100 സെന്റിമീറ്റർ ആണ്. അപ്പൊ 1.5 മീറ്റർ എന്ന് പറയുമ്പോൾ മക്കളെ 150 സെന്റിമീറ്റർ ആണ്. അപ്പൊ ഇത് രണ്ടും ടാലിയായി, രണ്ടും സെന്റിമീറ്റർ. ആ മീറ്ററിനെ മാറ്റിയത് ഞാൻ ഒന്നുകൂടെ പറയുന്നു. എടാ, ഒരു മീറ്റർ എന്ന് പറയുന്നത് 100 സെന്റിമീറ്ററാണ്. 100 സെന്റിമീറ്റർ ചേരുമ്പോഴാണ് ഒരു മീറ്റർ ആവുന്നേ. അപ്പൊ 1.5 മീറ്റർ, 1.5 മീറ്റർ എന്ന് പറയുമ്പോൾ 1.5 ഇൻറ്റു 100 അല്ലേ തന്നെ ഒന്ന് ആലോചിച്ചോക്കെ. ഒരു മീറ്റർ എന്ന് പറഞ്ഞാൽ 100, പിന്നെ ഒരു അര, പിന്നെ ഒരു 50, അപ്പൊ നമുക്ക് 150. ഇനി രണ്ട് സൈഡിൽ നിന്നും 0 നമുക്ക് ക്യാൻസൽ ചെയ്യാം. 9ഉം 15ഉം 3 കൊണ്ട് വെട്ടാം. 3 കൊണ്ട് 9നെ ഹരിച്ചാൽ 3, 15നെ 3 കൊണ്ട് ഹരിച്ചാൽ 5. നമ്മുടെ ഉത്തരം 3:5. ഓപ്ഷൻ ബി ഈസ് അവർ ആൻസർ. ഒന്നുകൂടെ 90 സെന്റിമീറ്റർ നമ്മൾ അതുപോലെ എഴുതി. 1.5 മീറ്ററിനെ നമ്മൾ വീണ്ടും സെന്റിമീറ്ററിലാക്കുന്നു. മീറ്ററിനെ സെന്റിമീറ്റർ ആക്കാൻ 100 കൊണ്ട് ഗുണിക്കുക. കാര്യം ഒരു മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെന്റിമീറ്റർ ആണ്. അപ്പോൾ ഒരു മീറ്റർ 100 സെന്റിമീറ്റർ. പിന്നെ ഒരു അര മീറ്റർ എന്ന് പറയുമ്പോൾ 100ന്റെ പകുതി 50. അപ്പൊ നമുക്ക് മനസ്സിലാവും 150. 90 സെന്റിമീറ്റർ ടു 150 സെന്റിമീറ്ററിന്റെ റേഷ്യോ. ഈ രണ്ട് സൈഡിൽ നിന്നും 0 നമുക്ക് ക്യാൻസൽ ചെയ്യാം. 9ഉം 15ഉം 3 കൊണ്ട് ഹരിച്ചാൽ ഇത് 3ഉം ഇത് 5ഉം ആവും. 3:5. ഓപ്ഷൻ ബി ഈസ് അവർ ആൻസർ. ഇനി ഓപ്ഷൻ്റെ അകത്തിൽ ചിലരെങ്കിലും ഡൗട്ട് അടിക്കുന്ന സാധനം, സാർ 5:3 ഉണ്ടല്ലോ, അപ്പൊ ഏതിൽ വരും? മക്കളെ, റേഷ്യോയുടെ ഒരു സെറ്റപ്പ് വെച്ച് ആദ്യം പറയുന്നത് ആരാണോ അതേ ആദ്യം എഴുതാവൂ. ഇപ്പം ഇവിടെ നിങ്ങൾ നോക്കൂ, 90 സെന്റിമീറ്ററും 1.5 മീറ്ററും. ആദ്യം പറയുന്നത് 90 ആണ്, പിന്നെ 1.5, അതായത് 150. അപ്പൊ ആദ്യം വന്നത് 3ഉം പിന്നെ 5ഉം. ഡൗട്ട് തോന്നത്തില്ല. അങ്ങനെ ഒരു ഡൗട്ട് തോന്നിയാൽ ഇതിന്റെ ഉത്തരം ഇങ്ങനെയായിരിക്കും. ഓക്കെ ആണ്. ആദ്യം പറയുന്നത് ഏതാണോ അതിനനുസരിച്ച് വേണം എഴുതാൻ. 2022 ഡിഗ്രി മെയിൻസിന് വന്ന ഒരു ചോദ്യമാണ്. ചോദ്യം ഇങ്ങനെയാണ്: ഇഫ് എ കാർട്ടൺ ബോക്സ് കണ്ടെയ്നിങ് എ ഡസൻ ഓഫ് മിറേഴ്സ് വിച്ച് ഫോൾസ് ഓൺ ദ ഫ്ലോർ. മലയാളത്തിൽ പറഞ്ഞാൽ ഒരു ബോക്സിൻ്റെ അകത്തിൽ 1 ഡസൻ മിറർ ഉണ്ട്. 1 ഡസൻ മിറർ എന്ന് പറഞ്ഞാൽ 12 എണ്ണം. 1 ഡസൻ എന്ന് പറഞ്ഞാൽ 12. അത് താഴെ വീണു, ഫ്ലോറിൽ വീണു. ഓക്കെ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ റേഷ്യോ ഓഫ് ബ്രോക്കൺ മിറർ ടു അൺബ്രോക്കൺ മിറർ? ഈ താഴെ തന്നിരിക്കുന്നവയിൽ പൊട്ടിയ കണ്ണാടിയുടെയും പൊട്ടാത്ത കണ്ണാടിയുടെയും റേഷ്യോ ആകാൻ സാധ്യത ഇല്ലാത്തതേതാണ് എന്നതാണ് ചോദ്യം. പൊട്ടിയ കണ്ണാടിയുടെയും പൊട്ടാത്ത കണ്ണാടിയുടെയും റേഷ്യോ ആകാൻ സാധ്യത ഇല്ലാത്തതേതാണ് എന്നതാണ് ചോദ്യം. എങ്ങനെയുണ്ട്, കൊള്ളാമോ? ഒന്നുകൂടെ പറയുന്നു. ഒരു കാർട്ടൺ ബോക്സിൽ 12 മിററുകളുണ്ട്. 1 ഡസൻ എന്ന് പറഞ്ഞാൽ 12. അത് താഴെ വീണു. താഴെ വീണാൽ നമുക്ക് 2 ഓപ്ഷനേ ഉള്ളൂ. ഒന്നുകിൽ അത് പൊട്ടും, അല്ലെ പൊട്ടത്തില്ല. അല്ലാതെ കുറച്ച് പൊട്ടിയ കണ്ണാടി, മൊത്തം പൊട്ടിയ കണ്ണാടി, അങ്ങനത്തെ സാധനങ്ങളൊന്നുമില്ല. ചിലത് പൊട്ടും, ചിലത് പൊട്ടത്തില്ല. ഈ 2 ഓപ്ഷൻ. അപ്പൊ പൊട്ടിയ കണ്ണാടിയുടെയും പൊട്ടാത്ത കണ്ണാടിയുടെ റേഷ്യോ ആകാത്തത് ഏതാണ് എന്നതാണ് ചോദ്യം. മക്കളെ, നമുക്കെല്ലാവർക്കും അറിയാം 1 ഡസൻ എന്ന് പറയുന്നത് 12 ആണ്. 1 ഡസൻ എന്ന് പറയുന്നത് 12 ആണ്. അപ്പോ ഇവരുടെ
റേഷ്യോ എപ്പോഴും 12ന്റെ ഘടകമായിരിക്കണം. കാര്യം നമുക്കെല്ലാവർക്കും അറിയാം, ഇപ്പോൾ ഒരു റേഷ്യോ എഴുതി കഴിഞ്ഞാൽ 2 1 അപ്പോൾ ഒരെണ്ണം 2x ഒരെണ്ണം 1x. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 12 വരണമെങ്കിൽ 3x ആണ് 12. അപ്പൊ എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് 12/3 4. മനസ്സിലായോ? കൃത്യമായി ഹരിച്ചെടുക്കാൻ പറ്റണമെങ്കിൽ, അല്ലെ എക്സിന്റെ വാല്യൂ കറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ഇവരുടെ റേഷ്യോയുടെ തുക എന്ന് പറയുന്നത് 12 കൊണ്ട് ഹരിക്കാൻ എന്നല്ല, 12നെ ഹരിക്കാൻ കഴിയുന്ന സംഖ്യ ആവണം. അതായത് 12ന്റെ ഒരു ഘടകമാകണം. അപ്പൊ കുറച്ചു പേരെങ്കിലും ചിന്തിക്കും, അങ്ങനെ ആവണം നിർബന്ധമൊന്നുമില്ല, എക്സ് പോയിന്റിലായാലും കുഴപ്പമില്ലല്ലോ. എക്സ് പോയിന്റിൽ വരാം, പക്ഷെ ഇവിടെ വരത്തില്ല. കാര്യം ഇവിടെ ഒന്നുകിൽ പൊട്ടി അല്ലെ പൊട്ടിയില്ല. കൃത്യമായ ഒരു നമ്പർ വരണം. അതായത് 1.5 കണ്ണാടി പൊട്ടി പോയിട്ട് 10.5 കണ്ണാടി പൊട്ടിയില്ല, ഇങ്ങനെ നമുക്ക് പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ 2.7 കണ്ണാടി പൊട്ടി ബാക്കി 9.3 കണ്ണാടി പൊട്ടിയില്ല, അങ്ങനെയില്ല. ഇതൊരു കൃത്യം നമ്പർ ഉണ്ട്, പൊട്ടിയത് പൊട്ടാത്തത്. അപ്പോ ഈ റേഷ്യോയുടെ ടോട്ടൽ തുക എന്ന് പറയുന്നത് 12നെ ഹരിക്കാൻ കഴിയുന്ന സംഖ്യ ആവണം. ഈ റേഷ്യോയുടെ ടോട്ടൽ തുക എന്ന് പറയുന്നത് ഒരു 12ന്റെ ഘടകമാകണം. ഇവിടെ നിങ്ങൾ നോക്കൂ, 2:1. അതിൽ ഈ റേഷ്യോയുടെ ടോട്ടൽ തുക 3 കൊണ്ട് 12നെ കൃത്യമായി ഹരിക്കാം. ഇനി 2:3. ഈ റേഷ്യോയുടെ ടോട്ടൽ തുക 5 കൊണ്ട് 12നെ ഹരിക്കാൻ കഴിയില്ല. അപ്പൊ ഇത് റേഷ്യോ ആകത്തില്ല. ഇനി അടുത്ത വേണം, നമുക്ക് ഉത്തരം കിട്ടി, ഇത് മതി. അടുത്തത് 3:1. 3:1 എന്ന് പറയുമ്പോൾ 4 ടോട്ടൽ. 12നെ 4 കൊണ്ട് നിശേഷം ഹരിക്കാം. 3 12, 4 ഒരു ഘടകമാ 12ന്റെ. ഇനി 5:7. ഈ റേഷ്യോയുടെ ടോട്ടൽ തുക 12. 12നെ നമുക്ക് 12 കൊണ്ട് നിശേഷം ഹരിക്കാം. 12ന്റെ ഏറ്റവും വലിയ ഘടകമാ 12 ആണ്. അപ്പോ 3 കൊണ്ടും 12നെ ഹരിക്കാം, 4 കൊണ്ടും 12നെ ഹരിക്കാം, 12 കൊണ്ടും 12നെ ഹരിക്കാം. പക്ഷെ 5 കൊണ്ട് പറ്റത്തില്ല. അപ്പൊ പൊട്ടിയ കണ്ണാടിയും പൊട്ടാത്ത കണ്ണാടിയുടെയും റേഷ്യോ ആകാൻ സാധ്യത ഇല്ലാത്തതാരാന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം 2:3. ഒന്നുകൂടെ പറയുന്നു, ഒരു കോട്ടൺ ബോക്സിന്റെ അകത്തിൽ 1 ഡസൻ കണ്ണാടിയുണ്ട്. 1 ഡസൻ എന്ന് പറയുന്നത് 12. അത് താഴെ വീണു, കുറച്ചു പൊട്ടി കുറച്ചു പൊട്ടിയില്ല. അപ്പോഴേ നമ്മളോട് ചോദിച്ചേക്കുന്നു പൊട്ടിയ കണ്ണാടിയും പൊട്ടാത്ത കണ്ണാടിയുടെ റേഷ്യോ ആവാൻ സാധ്യതയില്ലാത്തത്. അപ്പോഴേ ഉറപ്പിച്ചോണം ഇവരുടെ ടോട്ടൽ 12 കാര്യം 1 ഡസൻ ആണ്. അപ്പൊ റേഷ്യോയുടെ ടോട്ടലിനെ ഉറപ്പായിട്ടും 12 കൊണ്ട് ഹരിക്കാൻ കഴിയണം. റേഷ്യോയുടെ ടോട്ടലിനെ ഉറപ്പായിട്ടും 12 കൊണ്ട് ഹരിക്കാൻ കഴിയണം. അപ്പൊ 2:1. റേഷ്യോയുടെ ടോട്ടൽ 3, 12 കൊണ്ട് ഹരിക്കാൻ പറ്റും. 3:1. റേഷ്യോയുടെ ടോട്ടൽ 4, 12 കൊണ്ട് ഹരിക്കാൻ പറ്റും. 5:7. റേഷ്യോയുടെ ടോട്ടൽ 12, 12 കൊണ്ട് ഹരിക്കാൻ പറ്റും. പക്ഷെ 2:3 എന്ന് പറയുമ്പോൾ റേഷ്യോയുടെ ടോട്ടൽ 5, 12 കൊണ്ട് ഹരിക്കാൻ പറ്റത്തില്ല. അപ്പൊ റേഷ്യോ ആവാൻ സാധ്യതയില്ലാത്തത് ബി ആണ്. ഇതുപോലെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യം കൂടെ ഞാൻ കയ്യിൽ നിന്ന് പറയാം. അപ്പൊ ചോദ്യം നല്ലതായിട്ട് ശ്രദ്ധിക്കുക. ഒരു ക്ലാസ്സിലെ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും എണ്ണത്തിന്റെ റേഷ്യോ 4:3. ഒന്നുകൂടെ പറയുന്നു, ഒരു ക്ലാസ്സിലെ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും എണ്ണത്തിന്റെ റേഷ്യോ 4:3 എങ്കിൽ ആ ക്ലാസ്സിലെ ആകെ കുട്ടികളുടെ എണ്ണമാകാൻ സാധ്യതയില്ലാത്തത് ഏതാണ്? ഓപ്ഷൻ എ എന്ന് പറയുന്നത് 70, ഓപ്ഷൻ ബി എന്ന് പറയുന്നത് 56, ഓപ്ഷൻ സി എന്ന് പറയുന്നത് 85, ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് 77. ചോദ്യം ഒന്നുകൂടെ പറയുന്നു, ഒരു ക്ലാസ്സിലെ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും എണ്ണത്തിന്റെ റേഷ്യോ 4:3. ആ ക്ലാസ്സിലെ ആകെ കുട്ടികളുടെ എണ്ണമാകാൻ സാധ്യതയില്ലാത്തത് ഏതാണ് എന്നതാണ്. അപ്പോഴേ നിങ്ങൾ മനസ്സിലാലോചിക്കണം, എടാ 4:3 ആൺകുട്ടിയും പെൺകുട്ടിയുമാണെങ്കിൽ ആ ക്ലാസ്സിലെ മുഴുവൻ കുട്ടികൾ എന്ന് പറയുന്നത് 7 റേഷ്യോയാണ്.
അതിൽ ആൺകുട്ടികൾ എന്ന് പറയുന്നത് 4 റേഷ്യോയാണ്, പെൺകുട്ടികൾ എന്ന് പറയുന്നത് 3 റേഷ്യോയാണ്. അപ്പം മുഴുവൻ കുട്ടികൾ 7 റേഷ്യോയാണ്. അപ്പം മൊത്തം പിള്ളേര് എന്ന് പറയുന്നത് 7ന്റെ ഗുണിതമായിരിക്കും. അതായത് 7 കൊണ്ട് ഹരിക്കാൻ കഴിയും. ആൺകുട്ടികൾ എന്ന് പറയുന്നത് 4 റേഷ്യോയാണ്. അപ്പൊ ആൺകുട്ടികളുടെ എണ്ണത്തെ 4 കൊണ്ട് ഹരിക്കാൻ കഴിയും. പെൺകുട്ടികൾ എന്ന് പറയുന്നത് 3 റേഷ്യോയാണ്. പെൺകുട്ടികളുടെ എണ്ണത്തെ 3 കൊണ്ട് ഹരിക്കാൻ കഴിയും. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ആൺകുട്ടികളും പെൺകുട്ടികളും 4:3 എന്ന് പറയുന്ന റേഷ്യോയിലാണ്. അപ്പം മുഴുവൻ 7ആണ്. അപ്പം മുഴുവൻ പിള്ളേരെ നമുക്ക് എപ്പോഴും 7 കൊണ്ട് ഹരിക്കാം. കാര്യം എക്സ് ഇട്ട് കൊടുക്കുമ്പോൾ പോയിന്റ് ഇല്ലാത്തൊരു വാല്യൂ വരണം. ഇപ്പൊ എത്ര മുഴുവൻ പിള്ളേരുണ്ടെന്ന് ചോദിച്ചാൽ നമ്മൾ പറയുമോ 10.73 പിള്ളേർ മുഴുവൻ ഉണ്ടെന്ന് പറയുമോ? ഇല്ല. കറക്റ്റ് ഒരു നമ്പർ ആവണം. അപ്പൊ അവിടെ നമുക്ക് ശിഷ്ടം എടുക്കേണ്ടി വരത്തില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് മുഴുവൻ പിള്ളേരുടെ റേഷ്യോ 7ആണ്. അപ്പൊ മുഴുവൻ പിള്ളേരെ എപ്പോഴും 7 കൊണ്ട് ഹരിക്കാം. ആൺകുട്ടികളുടെ റേഷ്യോ 4ആണ്. അപ്പൊ ആൺകുട്ടികളുടെ എണ്ണത്തെ നമുക്ക് 4 കൊണ്ട് ഹരിക്കാം. പെൺകുട്ടികളുടെ റേഷ്യോ 3ആണ്. പെൺകുട്ടികളുടെ എണ്ണത്തെ നമുക്ക് 3 കൊണ്ട് ഹരിക്കാം. അപ്പൊ ഇവിടെ നമ്മളോട് ചോദിച്ചേക്കുന്നു മുഴുവൻ കുട്ടികളുടെ എണ്ണമാകാൻ സാധ്യതയില്ലാത്തത്. നമുക്കറിയാം മുഴുവൻ കുട്ടികളുടെ റേഷ്യോ 7ആണ്. മക്കളെ, മുഴുവൻ കുട്ടികളുടെ റേഷ്യോ 7 പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മുഴുവൻ കുട്ടികളെ നമുക്ക് 7 കൊണ്ട് ഹരിക്കാം. ഉറപ്പാ. മുഴുവൻ കുട്ടികൾ 70. 70നെ നമുക്ക് 7 കൊണ്ട് ഹരിക്കാം. ഇതാവാൻ സാധ്യതയുണ്ട്. മുഴുവൻ കുട്ടികൾ 56. 7 8 56. 7 കൊണ്ട് ഹരിക്കാം. ഇതാവാൻ സാധ്യതയുണ്ട്. മുഴുവൻ കുട്ടികൾ 85. 85നെ നമുക്ക് 7 കൊണ്ട് പറ്റത്തില്ല. 7 × 12 84. ശിഷ്ടം വരുമെങ്കിൽ ഇത് 7 കൊണ്ട് പറ്റത്തില്ല, സാധ്യതയില്ല. നിർത്തിക്കൂ. ഇനി അടുത്തത് മുഴുവൻ കുട്ടികൾ 77. 77നെ നമുക്ക് 7 കൊണ്ട് ഹരിക്കാം. 7 × 11. അപ്പൊ ഇവരെയും നമുക്ക് 7 കൊണ്ട് പറ്റും, ഇവരെയും പറ്റും, ഇവനെ പറ്റത്തില്ല. അപ്പൊ സാധ്യതയില്ലാത്തത് നമുക്ക് പറയാം 85. ഒന്നുകൂടെ പറയുന്നു, മുഴുവൻ കുട്ടികൾ എന്ന് പറയുന്നത് 7 റേഷ്യോയാണ്, 4 3. മുഴുവൻ കുട്ടികൾ 7 റേഷ്യോ ആയതുകൊണ്ട് തന്നെ ആകെ എണ്ണം എപ്പോഴും 7 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന സംഖ്യ ആവണം. 7 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടമില്ലാത്ത സംഖ്യ ആവണം. ഇവിടെയും ശിഷ്ടമില്ല, ഇവിടെയും ശിഷ്ടമില്ല, അവിടെയും ശിഷ്ടമില്ല. പക്ഷെ ഇവിടെ ശിഷ്ടമുണ്ട്. 7 കൊണ്ട് പറ്റൂല. അപ്പൊ പറ്റാത്തത് ഓപ്ഷൻ സി ആണ്. ഐഡിയ കിട്ടിയ? അടുത്ത ചോദ്യം. A:B 3:4, B:C 2:3, C:D 5:2, A:B:C:D എത്ര എന്നതാണ് ചോദ്യം. മക്കളെ, റേഷ്യോനെ മിക്സ് ചെയ്യാനാണ് ഈ ചോദ്യത്തിൽ പറയുന്നത്. ഇത് കാണാത്ത മത്സര പരീക്ഷാ ഉദ്യോഗാർത്ഥികൾ ഇല്ല എന്ന് തന്നെ വിശ്വസിക്കുന്നു. വളരെ കോമൺ ആയ ചോദ്യം. A:B നമ്മളോട് പറയുന്നുണ്ട്. എന്നിട്ട് ആ ബിയിൽ തുടങ്ങി B:C നമ്മളോട് പറയുന്നുണ്ട്. ആ സിയിൽ തുടങ്ങി C:D നമ്മളോട് പറയുന്നുണ്ട്. A:B:C:D എത്ര എന്നതാണ് ചോദ്യം. ഈ മോഡൽ ഒരു ചോദ്യമാണെങ്കിൽ ശ്രദ്ധിക്കുക, നമ്മൾ ഇങ്ങനെ നിരത്തി എഴുതുക. A:B:C:D. ബുദ്ധിമുട്ടില്ലല്ലോ. ഇനി അവർ പറയുന്ന ഇവിടോട്ട് എഴുതാൻ പോവുക. A:B നമ്മളോട് പറയുന്നു 3:4. ഇനി B:C നമ്മളോട് പറയുന്നു 2:3, ബിയുടെ താഴെയായിട്ട്. C:D നമ്മളോട് പറയുന്നു 5:2, സിയുടെ താഴെയായിട്ട്. ഇത്ര എഴുതാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? നമ്മൾ A:B:C:D ആണ് വേണ്ടത്. അത് നിരത്തി എഴുതി. A:B 3:4 ഇവിടോട്ട് എഴുതി. B:C 2:3, ബിയുടെ താഴെയായിട്ട് എഴുതി. C:D 5:2, സിയുടെ താഴെയായിട്ട് എഴുതി. ഇനി ഇതിൻ്റെ ഒരു ഇരിപ്പോഷം വെച്ചിട്ട് നമുക്കറിയാം ഇവിടെയും ഒരാളുണ്ട്, ഇവിടെയും ഒരാളുണ്ട്, ഇവിടെയുണ്ട്, 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 ഇവിടെയുണ്ട്. അപ്പം ഞാൻ നേരത്തെ പഠിപ്പിച്ചിട്ടുള്ളതാണ്, തൊട്ടടുത്ത് ആരാണോ അയാളെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങ് ഫില്ല് ചെയ്യുക. ഇതാണ് ഇതിനകത്ത് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാനുള്ള മെത്തേഡ്. നമുക്കിതിങ്ങനെ വരച്ചൊക്കെ ചെയ്യാം, അതിലും എളുപ്പത്തിൽ. അതായത് ഇവിടെ ഒരാൾ വരും. അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്ത് 4, നമ്മളിവിടെ 4 എഴുതി,
ഇവിടെ 4 എഴുതി. കാര്യം തൊട്ടടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും, തൊട്ടടുത്ത് 4, അവിടെ 4, അവിടെ 4. എന്നിട്ട് തൊട്ടടുത്ത് 3, നമ്മൾ ഇവിടെ 3 എഴുതി. ഇവിടെ ആര് വരും പറ? ഇവിടെ ആര് വരും പറ? പിന്നെ തൊട്ടടുത്ത് 2, അയൽവക്കക്കാരനെ ഇങ്ങോട്ടങ്ങ് എഴുതി. ഇങ്ങനെ നോക്കരുത്, ഇങ്ങനെ. ഇനി ഇവിടെ ആര് വരും നീ പറ? നിനക്കറിയാം തൊട്ടടുത്ത് 5, ഇവിടെയും 5, ഇവിടെയും 5. കണ്ട, ഫില്ലായല്ലോ. ഇനി എല്ലായിടത്തും കോമൺ ആയിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ നമ്പർ വെട്ടിക്കളയാം, ലാസ്റ്റ് വെട്ടിയാലും മതി. അപ്പൊ എയുടെ റേഷ്യോ കാണാൻ എയുടെ താഴെയുള്ളവരെ അങ്ങ് ഗുണിക്കാം. 3, 2, 6, 6, 5, 30. ബിയുടെ റേഷ്യോ കാണാൻ ബിയുടെ താഴെയുള്ളവരെ ഗുണിക്കാം. 4, 2, 8, 8, 5, 40. സിയുടെ റേഷ്യോ കാണാൻ സിയുടെ താഴെയുള്ളവരെ ഗുണിക്കുക. 4, 3, 12, 12, 5, 60. ഡിയുടെ റേഷ്യോ കാണാൻ ഡിയുടെ താഴെയുള്ളവരെ ഗുണിക്കുക. 4, 3, 12, 12, 2, 24. നമ്മുടെ ഉത്തരം 30:40:60:24 ആണ്. ഇനി ഇത് ഓപ്ഷനിൽ കണ്ടില്ലേ, ഉറപ്പിച്ചോളുക, അവരതിനെ ചെറുതാക്കിയതാ. ചെറുതാക്കുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, 4 പേരുണ്ട്, 4ലും ഒരുപോലെ വന്നാലേ ചെറുതാക്കാവൂ. 4ലെയും നമുക്ക് 2 കൊണ്ട് ചെറുതാക്കാം. 30നെ 2 കൊണ്ട് ഹരിച്ചാൽ 15, 40നെ 2 കൊണ്ട് ഹരിച്ചാൽ 20, 60നെ 2 കൊണ്ട് ഹരിച്ചാൽ 30, 24നെ 2 കൊണ്ട് ഹരിച്ചാൽ 12. ഇനിയും ഈ 4 നമ്പറിനെ ഒരുമിച്ച് പറ്റത്തില്ല. 2, 3 നമ്പറിനെ 2 കൊണ്ട് പറ്റും, ചില നമ്പറിനെ 3 കൊണ്ട് പറ്റും, പക്ഷെ എല്ലാവരെയും പറ്റണമെന്നില്ല. അപ്പൊ നമ്മുടെ ഉത്തരം 15:20:30:12. ഓപ്ഷൻ എ ഈസ് അവർ ആൻസർ. അപ്പൊ ചെയ്തത് ഒന്നുകൂടെ പറയുന്നു, ശ്രദ്ധിക്കുക. A:B നമ്മളോട് പറയുന്നു 3:4, B:C നമ്മളോട് പറയുന്നു 2:3, C:D നമ്മളോട് പറയുന്നു 5:2. നമുക്ക് വേണ്ടത് A:B:C:D ആണ്. നിങ്ങൾ പറ, ഇവിടെ ഒരാളുണ്ട്, ഇതിൻ്റെ തൊട്ടടുത്ത് 4, നമ്മൾ ഇവിടോട്ട് 4 എഴുതി, ഇവിടോട്ട് 4 എഴുതി. ഇവിടെ ഒരാളുണ്ട്, ആരാ? തൊട്ടടുത്ത് 2, നമ്മൾ ഇവിടെ എഴുതി. ഇവിടെ ആരാ? തൊട്ടടുത്ത് 3, നമ്മൾ ഇവിടെ എഴുതി. ഇവിടെ ആരാ? ഇവിടെ ആരാ? ഇവിടെ വേണം. ഇവിടെ തൊട്ടടുത്ത് 5 ആയതുകൊണ്ട് ഇവിടെ 5, ഇവിടെ 5. എയുടെ റേഷ്യോ കാണാൻ എയുടെ താഴെയുള്ളവരെ ഗുണിച്ചു 30. ബിയുടെ റേഷ്യോ കാണാൻ ബിയുടെ താഴെയുള്ളവരെ ഗുണിച്ചു 40. സിയുടെ റേഷ്യോ കാണാൻ സിയുടെ താഴെയുള്ളവരെ ഗുണിച്ചു 60. ഡിയുടെ റേഷ്യോ കാണാൻ ഡിയുടെ താഴെയുള്ളവരെ ഗുണിച്ചു, ഡിയുടെ താഴെ ഇവിടോട്ട് എഴുതണം, അങ്ങനെ 2. അപ്പോൾ ഡിയുടെ താഴെയുള്ളവരെ ഗുണിച്ചു, ഓൾറെഡി ഉള്ളതാ. ഡിയുടെ താഴെ 4, 3, 12, 12, 2, 24. ഇനി ഇത് വെട്ടിക്കളയുമ്പോൾ 15:20:30:12 ആണ്. ഓപ്ഷൻ എ ഈസ് അവർ ആൻസർ. ക്ലിയർ ആണ്. അടുത്ത ചോദ്യത്തിലോട്ട് പോകുന്നു. ഇതുപോലെ ഒരു ചോദ്യം നമുക്ക് കയ്യിൽ നിന്ന് ഇട്ട് നോക്കിയാലോ? നിങ്ങൾ എല്ലാവരും എൻ്റെ ഒപ്പം പിടിക്കും. X:Y നമ്മളോട് പറയുന്നു 1:3. Y:Z നമ്മളോട് പറയുന്നു 1:2. ഇനി Z:K നമ്മളോട് പറയുന്നു 3:1. നമുക്ക് വേണ്ടത് മക്കളെ X:Y:Z:K ആണ് വേണ്ടത് എന്നിരിക്കട്ടെ. തുടങ്ങാം. നമ്മൾ ആദ്യം X:Y എഴുതി 1:3. Y:Z വൈയുടെ താഴെയായിട്ട് എഴുതി 1:2. Z:K ഇസഡിന്റെ താഴെയായിട്ട് എഴുതി 3:1. പറ. ഇനി ഇതിന്റെ ഒരു കിടപ്പോഷം വെച്ച് ഇവിടെ ഒരാളുണ്ട്, അവിടെ ഉണ്ട്, തൊട്ടടുത്ത് 3, അപ്പൊ ഇവിടെ 3, ഇവിടെ 3. ഇവിടെ ഒരാളുണ്ട്, തൊട്ടടുത്ത് 1, ഇവിടെ 1. ഇവിടെ ഒരാളുണ്ട്, തൊട്ടടുത്ത് 2, ഇവിടെ 2. ഇവിടെ ആരായിരിക്കും? തൊട്ടടുത്ത് 3, അപ്പൊ ഇവിടെ 3, ഇവിടെ 3. കണ്ടോ? അയൽവക്കക്കാരാരാണോ അയാൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫില്ല് ചെയ്തു. ഇനി അത്യാവശ്യം ചിന്തിക്കുന്നവരോട് പറയാണ്, ഇവിടുന്നും 3 നമുക്ക് ക്യാൻസൽ ചെയ്യാം. കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലായിടത്തും 3 ഉണ്ട്. അപ്പം നമുക്ക് ആ 3 കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ ചെയ്താലും മതി, ഏറ്റവും ലാസ്റ്റിൽ കട്ട് ചെയ്താലും മതി. ഞാനാണെങ്കിൽ കട്ട് ചെയ്യും, പക്ഷെ എല്ലാവർക്കും അത് ഉൾക്കൊള്ളാൻ പറ്റണമെന്നില്ല, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എക്സിൻ്റെ റേഷ്യോ കാണാൻ എക്സിൻ്റെ താഴെയുള്ളവരെ ഗുണിക്കുക 3. 1, 1, 3 ഗുണിച്ച് 5 എഴുതിയൊരു കൂട്ടുകാരൻ എനിക്കുണ്ടായിരുന്നു. നിങ്ങൾ അങ്ങനെ എഴുതരുത്. 1, 1, 3 ഗുണിക്കുമ്പോൾ 3. വൈയുടെ റേഷ്യോ കാണാൻ വൈയുടെ താഴെയുള്ളവരെ ഗുണിക്കുക 3, 1, 3 ഗുണിച്ച് 9. ഇസഡിന്റെ റേഷ്യോ കാണാൻ ഇസഡിന്റെ താഴെയുള്ളവരെ ഗുണിക്കുക 3, 2, 6, 6, 3, 18. കെയുടെ റേഷ്യോ കാണാൻ കെയുടെ താഴെയുള്ളവരെ ഗുണിക്കുക 3, 2, 6, 6, 1, 6 തന്നെ.
6 1 7 അല്ല 6 തന്നെ. ഓക്കെ, അപ്പം നമ്മുടെ ഉത്തരം 3:9:18:6. പക്ഷേ 3-നെയും 9-നെയും 18-നെയും 6-നെയും നമുക്ക് 3 കൊണ്ട് ഹരിക്കാം. 4ഇടത്തും 3 കൊണ്ട് ഹരിച്ചാൽ ഇത് 1 ആവും, 3 കൊണ്ട് ഹരിച്ചാൽ ഇത് 3 ആവും, 3 കൊണ്ട് ഹരിച്ചാൽ ഇത് 6 ആവും, 3 കൊണ്ട് ഹരിച്ചാൽ 2 ആവും. ഇനി ഒരുമിച്ച് ഇവരെ ഹരിക്കാൻ പറ്റില്ല. സോ നമ്മുടെ ഉത്തരം 1:3:6:2 സെറ്റാണ്. അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. മക്കളെ, ഈ ചോദ്യം വന്നിട്ടില്ല, പക്ഷെ ഒരു LD ലെവലൊക്കെ കോമൺ ആണ്. നമ്മൾ ഇപ്പോൾ ചെയ്തതിൻ്റെ ഒരു ലൈറ്റ് ചോദ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. x:y നമ്മളോട് പറയുന്നു 2:5. y:z നമ്മളോട് പറയുന്നു 7:3. നമുക്ക് വേണ്ടത് x:y:z ആണ്. മുമ്പത്തെ അകത്തിൽ 4 റേഷ്യോ ഉണ്ട്. x ഉണ്ട്, y ഉണ്ട്, z ഉണ്ട്, പിന്നെ ഒരാളൂടെ ഉണ്ട്. ഇവിടെ നമുക്ക് 3 റേഷ്യോ കമ്പൈൻ ചെയ്താൽ മതി. ആ സെയിം പരിപാടി തന്നെ. x:y നമ്മൾ എഴുതി 2:5. y:z വൈയുടെ താഴെ നമ്മൾ എഴുതി 7:3. നോക്കിക്കോണേ. ഇനി നിങ്ങൾ പറ, ഇവിടെ 3 പേരെ നമുക്ക് യോജിപ്പിച്ചാൽ മതി. ഇതിൻ്റെ ഒരു കിടപ്പോഷം വെച്ച് ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. നിങ്ങൾ പറ ആര് വരും? തൊട്ടടുത്ത് 7 ആയതുകൊണ്ട് ഇവിടെ 7, തൊട്ടടുത്ത് 5 ആയതുകൊണ്ട് ഇവിടെ 5. വേണം ഇങ്ങനൊക്കെ വരച്ച് ചെയ്യാം. പക്ഷെ ഈ മെത്തേഡ് അറിയുമെങ്കിൽ നിങ്ങൾക്ക് 3 റേഷ്യോ കമ്പൈൻ ചെയ്യാം. മുമ്പത്തെ പോലെ 4 റേഷ്യോ കമ്പൈൻ ചെയ്യാം. എത്ര വേണം കമ്പൈൻ ചെയ്യാം, 5 6 ഒക്കെ ചെയ്യാം. അപ്പൊ എക്സിന്റെ റേഷ്യോ കാണാൻ എക്സിന്റെ താഴെയുള്ളവരെ ഗുണിച്ചു 14, വൈയുടെ റേഷ്യോ കാണാൻ വൈയുടെ താഴെയുള്ളവരെ ഗുണിച്ചു 35, ഇസഡിന്റെ റേഷ്യോ കാണാൻ ഇസഡിന്റെ താഴെയുള്ളവരെ ഗുണിച്ചു 15. സോ നമ്മുടെ ഉത്തരം 14:35:15 ആണ്. 14ഉം 35ഉം 15ഉം 3ഉം കൂടെ ഒരുമിച്ച് ഒരു സംഖ്യ കൊണ്ട് ഹരിക്കാൻ പറ്റില്ല. 2 സംഖ്യയൊക്കെ പറ്റും. 14 35 7 കൊണ്ട് പറ്റും, 35ഉം 15ഉം 5 കൊണ്ട് പറ്റും. 3 നമ്പർ ഒരുമിച്ച് പറ്റും. പറ്റുവാണെങ്കിൽ എല്ലാവരെയും കൊണ്ടും പറ്റണം, ഇല്ല പരിപാടിക്ക് പോകരുത്, പറ്റൂല. സോ നമ്മുടെ ഉത്തരം 14:35:15 ആണ്. ഓപ്ഷൻ സി ഈസ് അവർ ആൻസർ. ഒരു ചോദ്യം കൂടെ പെട്ടെന്ന്. A:B നമ്മളോട് പറയുന്നു 1:2. B:C നമ്മളോട് പറയുന്നു 5:1. നമുക്ക് വേണ്ടത് ഇത് രണ്ടും കൂടെ ഒരുമിച്ച് A:B:C. ബിയുടെ താഴെ നമ്മൾ എഴുതി. ഇനി തൊട്ടടുത്ത് 2 വന്നുകൊണ്ട് ഇവിടെ 2, തൊട്ടടുത്ത് 5 വന്നുകൊണ്ട് ഇവിടെ 5. എയുടെ റേഷ്യോ കാണാൻ എയുടെ താഴെയുള്ളവരെ ഗുണിച്ചു 5 1 5. ബിയുടെ റേഷ്യോ കാണാൻ ബിയുടെ താഴെയുള്ളവരെ ഗുണിച്ചു 5ഉം 2ഉം 10. സിയുടെ റേഷ്യോ കാണാൻ സിയുടെ താഴെയുള്ളവരെ ഗുണിച്ചു 2. ഇത് 3ഉം കൂടെ ഒരുമിച്ച് പോകത്തില്ല. സോ നമ്മുടെ ഉത്തരം 5:10:2 സെറ്റാണ്. ഇനി ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ. നമുക്കൊരു ടെലിഗ്രാം ചാനൽ ഉള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആ ടെലിഗ്രാം ചാനലിലൂടെ എക്സ്ട്രാ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തു പോകുന്നുണ്ട്. ട്രിക്ടേണെന്ന് തന്നെയാണ് ആ ടെലിഗ്രാം ചാനലിൻ്റെ പേര്. ഇപ്പോൾ ഓരോ ടോപ്പിക്കും നിങ്ങൾക്കറിയാം, ഡിഗ്രി ലെവലിന് വേണ്ടിയിട്ട് നമ്മൾ ഓരോ ടോപ്പിക്കും ഇപ്പോൾ ഇങ്ങനെ തീർത്ത് വരുവാണ്. ഓരോ ടോപ്പിക്ക് തീർക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് എക്സ്ട്രാ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് നമ്മൾ അവിടെ തരാറുണ്ട്, അതിൻ്റെ ആൻസേഴ്സ് തരാറുണ്ട്. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാനുള്ള അവസരങ്ങളും അതിനകത്തിലുണ്ട്. അപ്പോൾ ഈ ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ ഇതുവരെയും ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും ജോയിൻ ചെയ്യുക. ടെലിഗ്രാമിൽ മേളിൽ സെർച്ച് ചെയ്യാൻ പറ്റും. അവിടെ ട്രിക്ടേൺ എന്ന് ക്യാപിറ്റൽ ലെറ്ററിൽ നിങ്ങളൊന്ന് സെർച്ച് ചെയ്യുക. TRIG സ്പേസ് ഇട്ട് TURN നിങ്ങൾക്ക് ഈ ചാനൽ കാണാൻ പറ്റും. ഇനി അതുമല്ല, നമ്മുടെ എല്ലാ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ പോലും നമ്മുടെ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതുവഴി വേണമെങ്കിൽ നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാം. ഈ ഇടുന്ന എക്സ്ട്രാ ചോദ്യങ്ങളും വർക്കൗട്ടൊക്കെ നിങ്ങൾ ചെയ്തു നോക്കുക. 100% വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് അത് പ്രയോജനമായിരിക്കും. അടുത്ത ചോദ്യത്തിലോട്ട് പോകുന്നു. 2022 ഡിഗ്രി പ്രിലിംസിന്റെ ഫേസ് 3 ആണ് ഈ ചോദ്യം. ചോദ്യം ഒന്ന് നോക്കാം. സാലറീസ് ഓഫ് ആഷ, ശ്രീരാഗ്, ദിലീപ് ആർ ഇൻ ദ റേഷ്യോ 3:4:5 respectively. If the salaries were decreased by 5%, 10% and 13% respectively due to COVID pandemic, what will be the new ratio of their salaries? മലയാളത്തിൽ പറഞ്ഞാൽ ആഷ, ശ്രീരാഗ്, ദിലീപ് 3 പേര്. ആ 3 പേരുടെയും കൂടി സാലറിയുടെ റേഷ്യോ 3:4:5 ആണ്.
കോവിഡ് കാരണം ആശയുടെ സാലറി 5% കുറച്ചു, ശ്രീരാഗിന്റെ സാലറി 10% കുറച്ചു, ദിലീപിന്റെ സാലറി 13% കുറച്ചു. അങ്ങനെയാണെങ്കിൽ അവരുടെ പുതിയ സാലറിയുടെ റേഷ്യോ എത്ര? ഒന്നുകൂടെ, ആശ, ശ്രീരാഗ്, ദിലീപ് ഇവരുടെ സാലറിയുടെ റേഷ്യോ 3:4:5 ആണ്. കോവിഡ് കാരണം ആശയുടെ ശമ്പളം 5% കുറയുന്നു, ശ്രീരാഗിന്റെ ശമ്പളം 10% കുറയുന്നു, ദിലീപിന്റെ ശമ്പളം 13% കുറയുന്നു. എങ്കിൽ അവരുടെ ശമ്പളത്തിന്റെ പുതിയ റേഷ്യോ, ന്യൂ റേഷ്യോ എത്ര എന്നതാണ്. അപ്പൊ ഈ ചോദ്യം പ്രത്യേകിച്ച് ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് വളരെ കോമൺ ആണ്. റേഷ്യോയും പെർസെൻറ്റേജും കൂടെ കണക്ട് ചെയ്താണ് ഈ ചോദ്യം വന്നിരിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ആദ്യം നമ്മളോട് റേഷ്യോ പറഞ്ഞു, പിന്നെ പെർസെൻറ്റേജിൽ അവരുടെ ശമ്പളം കുറഞ്ഞു എന്നൊക്കെ പറഞ്ഞു. മനസ്സിലായോ? അപ്പൊ ഇങ്ങനെ റേഷ്യോയും പെർസെൻറ്റേജും കണക്ട് ചെയ്തു വരുന്ന ചോദ്യമാണെങ്കിൽ നിങ്ങൾ ഈ റേഷ്യോനെ 100ന്റെ ഗുണിതത്തിലേക്ക് മാറ്റുക. അതായത് ആശയുടെ ശമ്പളത്തിന്റെ റേഷ്യോ 3, അപ്പൊ ആശയുടെ ശമ്പളം 300. ശ്രീരാഗിന്റെ ശമ്പളത്തിന്റെ റേഷ്യോ 4, അപ്പൊ ശ്രീരാഗിന്റെ ശമ്പളം 400. ദിലീപിന്റെ ശമ്പളത്തിന്റെ റേഷ്യോ 5, അപ്പൊ ദിലീപിന്റെ ശമ്പളം 500. അപ്പൊ ആശയുടെ ശമ്പളം 100, ശ്രീരാഗിന്റെ ശമ്പളം 400, ദിലീപിന്റെ ശമ്പളം 500. എങ്ങനുണ്ട്? അപ്പൊ 1, 2, 3 ആയിരുന്നേലോ 100, 200, 300. 6, 7, 8 ആയിരുന്നേലോ 600, 700, 800. ഇപ്പൊ എന്നെ കാണുന്ന ഒരു സ്വാഭാവികമായിട്ടും ആലോചിക്കും, ഇങ്ങനെ തന്നെ എഴുതണം നിർബന്ധമില്ലല്ലോ, 3, 4, 5 വരുന്ന ഏത് റേഷ്യോയും നമുക്ക് എടുക്കാമല്ലോ. എടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ 600, 800, 1000 എടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ 900, 1200, 1500 എടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. പക്ഷെ 100ന്റെ ടേമിലേക്ക് മാറ്റുന്നതായിരിക്കും എപ്പോഴും നമുക്ക് ചെയ്തെടുക്കാൻ എളുപ്പം. അപ്പൊ ആശയുടെ ശമ്പളം 300, ദിലീപിന്റെ ശ്രീരാഗിന്റെ ശമ്പളം 400, ദിലീപിന്റെ ശമ്പളം 500. ഈ റേഷ്യോ വരുന്ന എന്തും എടുക്കാം, പക്ഷെ 100ന്റെ ടേമിൽ വരുന്ന നല്ലത്. ഇനി ആശയുടെ ശമ്പളം 5% കുറഞ്ഞു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. പല രീതി ചെയ്യാവേ. ചില ആളുകൾ ചിന്തിക്കുന്നത് 300 ആണ്, 300ന്റെ 5% കണ്ടുപിടിക്കും, എന്നിട്ട് അത് കുറയ്ക്കും. 300ന്റെ 5%, 10% 30 ആണ്, 5% 15. അപ്പൊ 300ൽ നിന്ന് 15 പോയിട്ട് 285 ഇങ്ങനെ എഴുതും. ഇനി ശ്രീരാഗിന്റെ ശമ്പളത്തിന്റെ 10% കുറഞ്ഞു. ശ്രീരാഗിന്റെ ശമ്പളം 400 ആണ്, അതിന്റെ 10% കണ്ടുപിടിച്ചിട്ട് കുറയ്ക്കും. 10% എന്ന് പറഞ്ഞാൽ 40. ഒരു ഏതെങ്കിലും ഒരു സംഖ്യയുടെ 10% എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാനം മാറ്റി പോയിന്റ് ഇട്ടാൽ മതി, 40. അപ്പൊ 40 കുറച്ച് 360. ദിലീപിന്റെ ശമ്പളം 13, 500ന്റെ 13% കണ്ടുപിടിച്ചിട്ട് അത് കുറയ്ക്കും. ഞാൻ പറയുന്നു അങ്ങനൊന്നും നിങ്ങൾ ചെയ്യണ്ട. എടാ, ആശയുടെ ശമ്പളം 5% കുറഞ്ഞു. ആശയുടെ ശമ്പളം 300 ആണ്. അതിൻ്റെ 5% കുറയാന്ന് പറഞ്ഞാൽ ആശയ്ക്ക് പണ്ടത്തെ ശമ്പളത്തിന്റെ 95% ഉള്ളൂ. ആലോചിച്ച് നോക്ക്. ഈ ഒരു ഐഡിയ എളുപ്പമല്ലേ? 5% കുറഞ്ഞാൽ പണ്ടത്തെ ശമ്പളത്തിന്റെ 95%, 7% കുറഞ്ഞാൽ പണ്ടത്തെ ശമ്പളത്തിന്റെ 93%, 10% കുറഞ്ഞാൽ പണ്ടത്തെ ശമ്പളത്തിന്റെ 90%, 25% കുറഞ്ഞാൽ പണ്ടത്തെ ശമ്പളത്തിന്റെ 75%. ഇതാകുമ്പോൾ നിങ്ങൾക്ക് ഒറ്റ സ്റ്റെപ്പിൽ വരും. മറ്റേത് അത് കണ്ടുപിടിച്ച് കുറയ്ക്കാനൊക്കെ നിൽക്കണം, അതിൻ്റെ ആവശ്യമില്ല. അപ്പം 300ന്റെ 95%, 95 ഗുണം 3, 285. ആശയുടെ ശമ്പളം 285. ഇനി ശ്രീരാഗിന്റെ ശമ്പളം 10% കുറഞ്ഞു. ശ്രീരാഗിന്റെ ശമ്പളം 400 ആണ്, അതിന്റെ 10% കുറഞ്ഞു എന്ന് പറഞ്ഞാൽ ശ്രീരാഗിന് പണ്ടത്തെ ശമ്പളത്തിന്റെ 90% ഉള്ളൂ സുഹൃത്തെ. 400ന്റെ 90% എന്ന് പറഞ്ഞാൽ 360 ആണ്. 20 വെട്ടി 90 ഗുണം 4, 360. ഇനി ദിലീപിന്റെ ശമ്പളം 13% കുറഞ്ഞു. എടാ, ദിലീപിന്റെ ശമ്പളം 500 ആണ്, അതിന്റെ 13% കുറയാന്ന് പറഞ്ഞാൽ പണ്ടത്തെ ശമ്പളത്തിന്റെ 87% കിട്ടുന്നുള്ളൂ. 500ന്റെ 87% എന്ന് പറയുമ്പോൾ 500 ഇൻറ്റു 87/100, 87 ഇൻറ്റു 5, 80 ഇൻറ്റു 5, 400, 7 5 35, 435. അപ്പോ നമുക്ക് മനസ്സിലായി
ആശയുടെ ഇപ്പോഴത്തെ ശമ്പളം 285, ശ്രീരാഗിന്റെ ഇപ്പോഴത്തെ ശമ്പളം 360, ദിലീപിന്റെ ഇപ്പോഴത്തെ ശമ്പളം 435. ഇനി ഇതാണ് ഇവരുടെ പുതിയ ശമ്പളം. ഈ പുതിയ ശമ്പളത്തിന്റെ റേഷ്യോയാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ 285, 360, 435 കൂടെ കുറയ്ക്കണം. റേഷ്യോ എടുക്കണം. ഈ 3 സംഖ്യകളെയും നമുക്ക് 5 കൊണ്ട് പറ്റും. ഈ 3 സംഖ്യകളെയും 5 കൊണ്ട് ഹരിക്കാം. 285നെ 5 കൊണ്ട് ഹരിച്ചാൽ 57 വരും. 57 ഉള്ള ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ. ഇനി ബാക്കി നിങ്ങൾ ചെയ്യണ്ട. കാര്യം പിന്നെയും ഒരു സാധ്യത 57ൽ താഴെ ആരെങ്കിലും ഉണ്ടായിരുന്നെ പിന്നെ വീണ്ടും ചെറുതാക്കിയതാണോ എന്ന് നോക്കേണ്ടി വരുമായിരുന്നു. ഇവിടെ 57 ഉള്ള ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ. ഇനി നീ ചെയ്യണ്ട, എന്തിനാ സമയം കളയുന്നത്? നമുക്ക് വേണം ട്രൈ ചെയ്ത് നോക്കാം. 360നെ 5 കൊണ്ട് ഹരിക്കുമ്പോൾ 72, 435നെ 5 കൊണ്ട് ഹരിക്കുമ്പോൾ 87. നമ്മുടെ ഉത്തരം 57:72:87 ആണ്, സെറ്റാണ്. ഞാൻ ഒരു വട്ടം കൂടെ പറയുന്നു. പെർസെൻറ്റേജും റേഷ്യോയും കണക്ട് ചെയ്ത് വരുന്ന ചോദ്യമാണെങ്കിൽ നിങ്ങൾ ആ റേഷ്യോനെ 100ന്റെ ഗുണിതത്തിലേക്ക് മാറ്റുക. ആശയുടെ ശമ്പളത്തിന്റെ റേഷ്യോ 3, ആശയുടെ ശമ്പളം 300. ശ്രീരാഗിന്റെ ശമ്പളത്തിന്റെ റേഷ്യോ 4, ശ്രീരാഗിന്റെ ശമ്പളം 400. ദിലീപിന്റെ ശമ്പളത്തിന്റെ റേഷ്യോ 5, ദിലീപിന്റെ ശമ്പളം 500. ആശയുടെ ശമ്പളം 5% കുറഞ്ഞു. അപ്പൊ 300 ശമ്പളം. അതിന്റെ 5% കുറഞ്ഞെന്ന് പറഞ്ഞാൽ 300ന്റെ 95% ഇപ്പോഴത്തെ ശമ്പളം. 300 × 95/100 ചെയ്തു വരുമ്പോ 285. ശ്രീരാഗിന്റെ ശമ്പളം 10% കുറഞ്ഞു. ശ്രീരാഗിന്റെ ശമ്പളം 400. അതിന്റെ 10% പോയാ ഇപ്പൊ 90% സുഹൃത്തെ കിട്ടുന്നുള്ളൂ. 400ന്റെ 90% കണ്ടെത്തി. 9×4 36, 360. ദിലീപിന്റെ ശമ്പളം 500. അതിന്റെ 13% കുറഞ്ഞു. അപ്പൊ ദിലീപിന് ഇപ്പോ പണ്ടത്തെ ശമ്പളത്തിന്റെ 87% കിട്ടുന്നുള്ളൂ. 500ന്റെ 87% എന്ന് പറയുമ്പോ 500 × 87/100 ഇത് ചെയ്തു വരുമ്പോ 435. ഇതാണ് അവരുടെ പുതിയ ശമ്പളം. 285, 360, 435. ഇനി പുതിയ ശമ്പളത്തിന്റെ റേഷ്യോ അങ്ങോട്ട് എടുക്കുക. 285, 360, 435 നമുക്കറിയാം 5 കൊണ്ട് ഹരിക്കാം. 3 നമ്മൾ 5 കൊണ്ട് ഹരിക്കുമ്പോൾ ഇത് ഹരിക്കുമ്പോൾ തന്നെ നമുക്ക് 57 ഇനി ബാക്കി നിങ്ങൾ നോക്കണ്ട. ഇനി ബാക്കി 57ൽ താഴെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് പറയാമായിരുന്നു പിന്നെയും അതിനെ ചെറുതാക്കിയതാണ്. ഇനി ഇല്ല, 57. പിന്നെ വേണമെങ്കിൽ ഞാൻ ചുമ്മാ ചെറുതാക്കുന്നതേ ഉള്ളൂ. പരീക്ഷയ്ക്ക് എത്രയും ചെയ്താൽ മതി. നമ്മുടെ ഉത്തരം 57:72:87 ആണ്. ഓപ്ഷൻ ബി ഈസ് അവർ ആൻസർ. 2018 യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ പരീക്ഷയ്ക്ക് വന്ന ഈ സെയിം മോഡലിൽ ഒരു ചോദ്യം. ദ റേഷ്യോ ഓഫ് നമ്പർ ഓഫ് മെൻ ആൻഡ് വുമൺ ഇൻ എ കമ്മിറ്റി ഈസ് 5:6. അതായത് ഒരു കമ്മിറ്റിയിലെ പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും റേഷ്യോ നമ്മളോട് പറയുന്നു 5:6. If the percentage increases in the number of men and women by 20% and 10% respectively, what will be the new ratio? അതായത് ഈ കമ്മിറ്റിയിൽ പുരുഷന്മാരുടെ എണ്ണം 20% കൂടി, സ്ത്രീകളുടെ എണ്ണം 10% കൂടി. അങ്ങനെയാണ് അവരുടെ എണ്ണത്തിന്റെ പുതിയ റേഷ്യോ എത്ര? കൊള്ളാമോ? ഒന്നുകൂടെ പറയുന്നു. ഒരു കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റിയിൽ പുരുഷന്മാരും സ്ത്രീകളും 5:6 എന്ന് പറയുന്ന റേഷ്യോയിലാണ്. പുരുഷന്മാരുടെ എണ്ണം 20% കൂടി, സ്ത്രീകളുടെ എണ്ണം 10% കൂടി. അങ്ങനെയാണെങ്കിൽ അവരുടെ പുതിയ റേഷ്യോ എത്ര? ഞാൻ നിങ്ങളോട് പറഞ്ഞു, റേഷ്യോയും പെർസെൻറ്റേജും യോജിപ്പിച്ച് വരുന്ന ചോദ്യമാണെങ്കിൽ നിങ്ങൾ ആ റേഷ്യോനെ 100ന്റെ ടേമിലേക്ക് മാറ്റുക. റേഷ്യോയും ഉണ്ട്, പെർസെൻറ്റേജും ഉണ്ട്. അപ്പോൾ നമുക്കറിയാം മെന്നിൻ്റെ റേഷ്യോ 5, അപ്പം മെന്ന് മുഴുവൻ 500. സ്ത്രീകളുടെ റേഷ്യോ 6, സ്ത്രീകളെ നമ്മൾ 600 എടുത്തു. അപ്പൊ പുരുഷന്മാർ 500, സ്ത്രീകൾ 600. ഇനി പുരുഷന്മാരുടെ എണ്ണം 20% കൂടി. പല രീതിയിൽ ചെയ്യാം. 500ന്റെ 10% 50, 20% എന്ന് പറയുമ്പോൾ 100. 500ന്റെ 20% കണ്ടുപിടിച്ച് കൂട്ടാം. അല്ലെങ്കിൽ ഞാൻ മുമ്പേ പറഞ്ഞ സാധനം 500ന്റെ 20% കൂടി എന്ന് പറയുമ്പോൾ 500ന്റെ 120% കണ്ടുപിടിച്ചാൽ മതി. ഇതാകുമ്പോൾ എല്ലായിടത്തും പോകും.
500ന്റെ 10% കൂടി എന്ന് പറയുമ്പോൾ 500ന്റെ 110% കണ്ടുപിടിച്ചാൽ മതി. ഇനി 500ന്റെ 10% കുറഞ്ഞു എന്ന് പറഞ്ഞാൽ 500ന്റെ 90% ചെയ്താൽ മതി. 500ന്റെ 20% കുറഞ്ഞു എന്ന് പറഞ്ഞാൽ 500ന്റെ 80% ചെയ്താൽ മതി. ഇവിടെ 20% കൂടി 500 അതിന്റെ 20% കൂടി എന്ന് പറയുമ്പോൾ 120/100 പോയി 12 5 60 പിന്നെ 600. അപ്പൊ പുരുഷന്മാരുടെ പുതിയ എണ്ണം 600 ആയി സുഹൃത്തുക്കളെ. ഇനി സ്ത്രീകളുടെ എണ്ണം 10% കൂടി. സ്ത്രീകളുടെ എണ്ണം 600 അതിന്റെ 10% 60 ഒരു സ്ഥാനം മാറ്റി 660 എന്ന് എഴുതാം. 10% കണ്ടുപിടിച്ച് കൂട്ടിവെക്കാം. ഇനി അതല്ല, ഞാൻ നിങ്ങളോട് പറഞ്ഞു സ്ത്രീകളുടെ എണ്ണം 10% കൂടി എന്ന് പറഞ്ഞാൽ അതിന്റെ 110% കണ്ടുപിടിക്കണം. 10% കുറഞ്ഞു എന്ന് പറഞ്ഞാൽ 90% കണ്ടുപിടിക്കണം. ഇവിടെ 10% കൂടി. സ്ത്രീകളുടെ എണ്ണം 600, 10% കൂടിയാൽ 110%. ഇത് പോയി 16 66 പൂജ്യോടെ ചേർത്ത് സ്ത്രീകളുടെ എണ്ണം നമുക്ക് മനസ്സിലായി 660. ഇപ്പൊ പുരുഷന്മാരുടെ എണ്ണം 60, ഇപ്പൊ സ്ത്രീകളുടെ എണ്ണം 660. നമുക്കിവരുടെ റേഷ്യോ വേണം. ഒന്നുമില്ല, ഈ പൂജ്യോടെ പോയി. 60ഉം 66ഉം നമുക്ക് 6 കൊണ്ട് വെട്ടാം. 6 കൊണ്ട് 60നെ വെട്ടിയാൽ 10, 66നെ 6 കൊണ്ട് വെട്ടിയാൽ 11. നമ്മുടെ ഉത്തരം 10:11. 10:11. ഓപ്ഷൻ ബി ഈസ് അവർ ആൻസർ. ഓക്കെ അല്ലേ? അപ്പോൾ പുരുഷന്മാരെ നമ്മൾ 500 എടുക്കുന്നു, സ്ത്രീകളെ നമ്മൾ 600. പുരുഷന്റെ എണ്ണം 20% കൂടി. 500ന്റെ 120% 600. സ്ത്രീകളുടെ എണ്ണം 10% കൂടി. 600ന്റെ 110% 660. രണ്ട് സൈഡിലും 0 ക്യാൻസൽ. 60ഉം 66ഉം 6 കൊണ്ട് ചെറുതാക്കാം. 6 കൊണ്ട് 60നെ ചെറുതാക്കിയാൽ 10, 66നെ 6 കൊണ്ട് ചെറുതാക്കിയാൽ 11. സോ നമ്മുടെ ഉത്തരം 10:11. ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം 2024 ഡിഗ്രി പ്രിലിംസിന്റെ ഫേസ് 2 വന്ന ചോദ്യമാണ്. ചോദ്യം ഇങ്ങനെയാണ്: ഇഫ് ദ റേഷ്യോ ഓഫ് ടു പോസിറ്റീവ് നമ്പേഴ്സ് ഈസ് 5:6. രണ്ട് പോസിറ്റീവ് സംഖ്യകളുടെ റേഷ്യോ 5:6 5:6 അതായത് രണ്ട് സംഖ്യകളുടെ റേഷ്യോ 5:6 ആൻഡ് ദർ പ്രോഡക്റ്റ് ഈസ് 480. അങ്ങനെയാണെങ്കിൽ അവരുടെ ഗുണനഫലം എന്ന് പറയുന്നത് 480 480. ദെൻ ദ ഗ്രേറ്റസ്റ്റ് നമ്പർ ഈസ് ഡാഷ്. അങ്ങനെയാണ് വലിയ സംഖ്യ എത്ര എന്നതാണ് ചോദ്യം. ചോദ്യം ഒന്നുകൂടെ പറയുന്നു. രണ്ട് സംഖ്യകളുണ്ട്. ആ രണ്ട് സംഖ്യകളുടെ റേഷ്യോ 5:6. അവരുടെ ഗുണനഫലം 480. വലിയ സംഖ്യ എത്ര? രണ്ട് സംഖ്യകളുടെ റേഷ്യോ 5:6. അപ്പോൾ നമുക്ക് മനസ്സിലായി. അതിൽ വലിയ സംഖ്യയുടെ റേഷ്യോ 6 എന്നും ചെറിയ സംഖ്യയുടെ റേഷ്യോ 5 എന്നും നമുക്ക് എടുക്കാം. അവരുടെ പ്രോഡക്റ്റ് 480. വലിയ സംഖ്യ. മക്കളെ, രണ്ട് സംഖ്യകളുടെ റേഷ്യോ 5:6. അപ്പോൾ ആദ്യത്തെ സംഖ്യയെ നമുക്ക് 5x എന്നും രണ്ടാമത്തെ സംഖ്യയെ നമുക്ക് 6x എന്നും എടുക്കാം. അപ്പൊ തുക വ്യത്യാസമൊക്കെ ആയിരുന്നു. എക്സ് കൊടുത്തില്ലേലും കുഴപ്പമില്ല. അപ്പൊ തുകയായിരുന്നു 11 എന്നും വ്യത്യാസമാണ് ഒരു റേഷ്യോ എന്നും എടുക്കാം. പക്ഷെ ഇവിടെ പ്രോഡക്റ്റ് ആകുമ്പോൾ സ്ക്വയർ ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ എക്സ് വെച്ച് എടുക്കുന്നതാണ് നല്ലത്. ഒന്നുകൂടെ പറയുന്നു. രണ്ട് സംഖ്യകളുടെ റേഷ്യോ 5:6. അപ്പൊ ആദ്യത്തെ സംഖ്യയെ നമുക്ക് 5x എന്നും രണ്ടാമത്തെ സംഖ്യയെ നമുക്ക് 6x എന്നും എടുക്കാം. ഇനി നോക്കൂ, അവരുടെ പ്രോഡക്റ്റ് 480. അതായത് ഈ സംഖ്യകൾ തമ്മിൽ ഗുണിക്കുന്നത് 480. ഈ സംഖ്യകൾ തമ്മിൽ കൂട്ടുന്നതാരെന്ന് പറയുന്നതെങ്കിൽ 5x-ഉം 6x കൂടെ കൂട്ടി 11x സമം എന്ന് എഴുതാമായിരുന്നു. ഈ സംഖ്യകളുടെ വ്യത്യാസമായിരുന്നു പറയുന്നതെങ്കിൽ 5x-ഉം 6x കൂടെ കുറച്ച് 1x എന്ന് നമുക്ക് പറയാമായിരുന്നു. ഇവിടെ ഇവരുടെ പ്രോഡക്റ്റ് ഗുണനഫലമാണ് നമ്മളോട് പറയുന്ന 480. അതായത് 5x-ഉം 6x-ഉം കൂടെ ഗുണിച്ച് 30x² ആണ് നമ്മളോട് പറയുന്ന 480. മക്കളെ, ഗുണിക്കുമ്പോൾ x² ആകും, കൂട്ടുമ്പോൾ അത് x എന്നേ വരും. 5x-ഉം 6x-ഉം 11x. കുറയ്ക്കുമ്പോഴും എക്സേ ഉള്ളൂ, 5x-ഉം 6x-ഉം 1x. പക്ഷെ ഗുണിക്കുമ്പോൾ 5ഉം 6 കൂടെ ഗുണിച്ച് 30ഉം x-ഉം x കൂടെ ഗുണിച്ച് x².
30x² ആണ് ഇവരുടെ പ്രോഡക്റ്റ്. അത് നമ്മളോട് പറയുന്നു 480. അപ്പൊ ഈ x² എന്ന് പറയുന്നത് 480/30. അത്യാവശ്യം ചിന്തിക്കുന്നവർ ഇവിടെ വെച്ച് തന്നെ വെട്ടും. 0 0 3 3 48 3 വെച്ച് വെട്ടിയ അവിടെ 16 വരുമെന്നറിയാം. എന്നാലും പോട്ടെ, x² വില കാണാൻ ഈ 30 അവിടെ പോയി ഡിവിഷൻ ആവും. ഈ 0 ഇവിടെ പോവും. 48നെ 3 കൊണ്ട് ഹരിച്ചാൽ 16. അപ്പൊ x² വാല്യൂ നമുക്ക് കിട്ടും 16. x² വാല്യൂ 16 ആണ്. നമുക്കറിയാം എക്സിന്റെ വാല്യൂ √16 4. എക്സിന്റെ വാല്യൂ 4 ആണ്. നമ്മളോട് ചോദിച്ചേക്കുന്നു വലിയ സംഖ്യ 6x, 6 4 24. ചെറിയ സംഖ്യ 5x, 5 4 20. ഓക്കെ ആണോ? ഇനി അതല്ല, സംഖ്യകള് 5x, 5 ഗുണം 4, x 4 അല്ലേ 20. മറ്റേ സംഖ്യ 6x, 6 ഗുണം 4 24. നമ്മളോട് ചോദിച്ചേക്കുന്നു വലിയ സംഖ്യ 24. പെട്ടെന്ന് ഒന്നുകൂടെ പറ. രണ്ട് സംഖ്യകളുടെ റേഷ്യോ 5:6. അപ്പോൾ ആദ്യത്തെ സംഖ്യയെ നമ്മൾ എടുക്കുന്നു 5x, രണ്ടാമത്തെ സംഖ്യയെ നമ്മൾ എടുക്കുന്നു 6x. ഇവരുടെ ഗുണനഫലം 480. 5x-ഉം 6x-ഉം കൂടെ ഗുണിച്ച് 30x². ഗുണിക്കുമ്പോൾ x² ആവും. 30x² ആണ് 480. അപ്പൊ x² വാല്യൂ കാണാൻ ഈ 30 അവിടെ ഡിവിഷൻ 480/30. x² വാല്യൂ എന്ന് പറയുന്നത് 48നെ 3 കൊണ്ട് ഭാഗിച്ചു 16. x² വാല്യൂ 16 ആണ്. എക്സിന്റെ വാല്യൂ √16 4. എക്സിന്റെ വാല്യൂ 4 കിട്ടിയ നിന്നോട് ചോദിച്ചത് വലിയ സംഖ്യയാണ്. വലിയ സംഖ്യ 5x-ഉം 6x-ലും വലിയ സംഖ്യ 6x ആണ്. 6 ഗുണം 4 24. ഇനി അതല്ല, സംഖ്യകൾ ചോദിച്ചെന്നിരിക്കട്ടെ. ആദ്യത്തെ സംഖ്യ 5x, 5 ഗുണം 4 20. രണ്ടാമത്തെ സംഖ്യ 6x, x 4 അല്ലേ, 6 ഗുണം 4 24. നമ്മളോട് ചോദിച്ചേക്കുന്നു വലിയ സംഖ്യ 24. ഓപ്ഷൻ സി ഈസ് അവർ ആൻസർ. അടുത്ത ചോദ്യം 2021 ഡിഗ്രി പ്രിലിംസിന്റെ ഫേസ് 2 വന്ന ചോദ്യമാണ്. ചോദ്യം ഇങ്ങനെയാണ്: A:B is equal to C:D. അവർ C ഈക്വൽ ടു എന്ന് എഴുതിയിട്ടില്ല, എന്നാലും A:B ഈക്വൽ ടു C:D എങ്കിൽ താഴെ പറയുന്നവയിൽ ഏതാണ് ശരി? മക്കളെ, ഒരു അനുപാതം നമുക്ക് തന്നിട്ടുണ്ട്. അനുപാതം എന്ന് പറഞ്ഞാൽ തുല്യമായ റേഷ്യോനെയാണ് ഈ അനുപാതം എന്ന് പറയുന്നത്. A:B സമം C:D എങ്കിൽ ഇതിൽ ഏതാണ് ശരി എന്നാണ്. മക്കളെ, ഇതൊരു പ്രപ്പോർഷനാണ്. തുല്യമായ റേഷ്യോസിനെയാണ് നമ്മൾ പ്രപ്പോർഷൻ എന്ന് വിളിക്കുന്നത്. കണ്ടോ, A:Bയും C:Dയും തുല്യം. ഏതൊരു പ്രപ്പോർഷന്റെയും ആദ്യത്തെ സംഖ്യയും അവസാനത്തെ സംഖ്യയും തമ്മിൽ ഗുണിക്കുന്നതും നടുക്കത്തെ രണ്ട് സംഖ്യയും തമ്മിൽ ഗുണിക്കുന്നതും തുല്യമായിരിക്കും. എപ്പോഴും അങ്ങനെ. ഏതൊരു പ്രപ്പോർഷന്റെയും ആദ്യത്തെ സംഖ്യയും അവസാനത്തെ സംഖ്യയും തമ്മിൽ ഗുണിക്കുന്നതും നടുക്കത്തെ സംഖ്യകൾ തമ്മിൽ ഗുണിക്കുന്നതും തുല്യം. അപ്പൊ ഇവിടെ ആദ്യം AD ലാസ്റ്റ്. അപ്പൊ AD സമം, അല്ലെ A:D, AD സമം BC നടുക്ക് B:C. അപ്പൊ AD സമം BC എന്ന് നമുക്ക് പറയാം. AD സമം BC ഇവിടെ ഉണ്ടോ? ഉണ്ട്. ഇതാണ് ഈ കൂട്ടത്തിൽ ശരി. എങ്ങനുണ്ട്? അതിന്റെ കാര്യം കൂടെ ഞാനൊന്ന് പറയാം, ശ്രദ്ധിക്കാം. A:B സമം C:D ആയാൽ ഏതൊരു പ്രപ്പോർഷൻ ഇങ്ങനെ എഴുതാം. A:B നമുക്ക് A/B എന്ന് എഴുതാം. എഴുതത്തില്ലേ? A:B എന്ന് പറഞ്ഞാൽ A/B ആണ്. X:Y എന്ന് പറഞ്ഞാൽ X/Y. C:D നമുക്ക് C/D എന്ന് എഴുതാം. എഴുതത്തില്ലേ? ഇനി ഇതൊന്ന് ക്രോസ് ചെയ്താൽ ഇത് AD എന്ന് കിട്ടും സമം ഇത് BC എന്ന് കിട്ടും. കണ്ടോ, AD സമം BC. ഇത് വളരെ പെട്ടെന്നാണ് പറയുന്നത്. ഏതൊരു പ്രപ്പോർഷന്റെയും ആദ്യ സംഖ്യയും അവസാനത്തെ സംഖ്യയും കൂടെ ഗുണിക്കുന്നത് AD സമം നടുക്കത്തെ രണ്ട് സംഖ്യകൾ ഗുണിക്കുന്നതിന് തുല്യമാണ്. നടുക്ക് BC. AD സമം BC. ഓപ്ഷൻ സി. അടുത്ത ചോദ്യം 2023 ഡിഗ്രി പ്രിലിംസിന്റെ ഫേസ് 3 ആണ്. ചോദ്യം ഇതാണ്: 5:7 സമം X:35 ആയാൽ X കണ്ടെത്തുക. ഇപ്പം നമ്മൾ ചെയ്ത ചോദ്യത്തിന്റെ വേറൊരു വേർഷൻ. ഒരിടത്ത് X ഇട്ടു എന്നേ ഉള്ളൂ.
5:7 സമം x:35 ആയാൽ എക്സ് എത്ര? നമുക്കറിയാം ഏതൊരു പ്രപ്പോർഷന്റെയും ആദ്യത്തെ സംഖ്യയും അവസാനത്തെ സംഖ്യയും തമ്മിൽ ഗുണിക്കുന്നത് നടുക്കത്തെ രണ്ട് സംഖ്യകൾ ഗുണിക്കുന്നതിനോട് തുല്യമാണ്. നടുക്കത്തെ രണ്ട് സംഖ്യകൾ ഗുണിക്കുന്നത് 7x ആണ് ഈക്വൽ ടു 5ഉം 35ഉം ഗുണിച്ച് 175 എന്ന് എഴുതാം, ഞാൻ എഴുതാത്തതാണ്. 7x സമം 5 × 35. ഇനി ആദ്യം ഇത് എഴുതിയാലും മതി. 5 × 35 ഈക്വൽ ടു 7 × x 7x അല്ലേ? അപ്പൊ ഒന്നുകൂടെ പറയുന്നു, ഏതൊരു പ്രപ്പോർഷന്റെയും ആദ്യത്തെ സംഖ്യയും അവസാനത്തെ സംഖ്യയും തമ്മിൽ ഗുണിക്കുന്നതും നടുക്കത്തെ സംഖ്യകൾ ഗുണിക്കുന്നതും തുല്യം. ഇവിടെ നടുക്കത്തെ സംഖ്യകൾ ഗുണിക്കുമ്പോൾ 7 × x 7x ഈക്വൽ ടു 5 × 35. വേണമെങ്കിൽ 175 എന്ന് എഴുതാം. പിന്നെ ഞാൻ വെട്ടാനുള്ള എളുപ്പത്തിന് അങ്ങനെ ഇട്ടതാണ്. അപ്പൊ എക്സിന്റെ വാല്യൂ കാണാൻ ഈ 7നെ ഇങ്ങോട്ട് വിട്ടു, ഡിവിഷൻ ആവും 5 × 35/7. നമുക്ക് എല്ലാവർക്കും അറിയാം 35ഉം 7ഉം നമുക്ക് 7 കൊണ്ട് ഹരിക്കാം. 7 7 5 35 അല്ലേ? 7 കൊണ്ട് ഹരിക്കാം. അപ്പൊ x = 5 × 5 25. അപ്പൊ എക്സിന്റെ വാല്യൂ നമുക്ക് പറയാം 25 ആണ്. ഓപ്ഷൻ സി ഈസ് അവർ ആൻസർ. ഇനി ഇത് ഇങ്ങനെ ചിന്തിക്കുന്ന ആളുകളുണ്ട് കേട്ടോ. ഇവിടെ രണ്ടാമത്തെ സംഖ്യ 7, ഇവിടെ വന്നപ്പോൾ അത് 35 ആയി. 7 × 5 ആണ് 35. ഇപ്പൊ ഇവിടെ ഒന്നാമത്തെ സംഖ്യ 5, ഇവിടെ x, ഇവിടുത്തെ റിലേഷൻ 5. അപ്പൊ ഇവിടെയും നമ്മൾ 5 വെച്ച് ഗുണിച്ചു. 5 × 5 25. ഇങ്ങനെ ചിന്തിച്ച് എഴുതിയാലും അവിടെ തെറ്റൊന്നുമില്ല. പിന്നെ എല്ലായ്പ്പോഴും അങ്ങനെ പറ്റണമെന്നില്ല. ഒന്നുകൂടെ ഞാൻ ഈ പറഞ്ഞത് കാണിച്ചു. 5:7 അപ്പുറത്ത് എഴുതിയേക്കുന്നു x:35. ഇത് രണ്ടും തുല്യമാണല്ലോ. ഇവിടെ രണ്ടാമത്തെ സംഖ്യ 7 ആണ്, ഇവിടെ 35. 7 എങ്ങനെ 35 ആയി? × 5. അപ്പൊ ഇവിടെ ആദ്യത്തെ സംഖ്യ 5, ഇവിടെ x. അപ്പൊ 5നെ x-ലേക്ക് കൊണ്ടുവരാൻ × 5 ചെയ്ത് 25 എന്ന് ചിന്തിക്കാം. പിന്നെ എപ്പോഴും അത് നടക്കണമെന്നില്ല, ചിലപ്പോൾ പോയിന്റ് ആയിരിക്കും, നമുക്കത് ഓർക്കാൻ പറ്റണമെന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് ഏതൊരു പ്രപ്പോർഷന്റെയും ആദ്യ സംഖ്യയും അവസാനത്തെ സംഖ്യയും കൂടെ ഗുണിക്കുന്നത് 5 × 35 എന്ന് പറയുന്നത് നടുക്കത്തെ രണ്ട് സംഖ്യകൾ ഗുണിക്കുന്നതിനോട് തുല്യം, 7x തുല്യം. എക്സിന്റെ വാല്യൂ 25. 2024 ഡിഗ്രി പ്രിലിംസിന്റെ ഫേസ് 1 ചോദിച്ച ഒരു ചോദ്യം ഇങ്ങനെയാണ്: 2 numbers are in the ratio 3:5. മലയാളത്തിൽ പറഞ്ഞാൽ രണ്ട് സംഖ്യകൾ 3:5 എന്ന റേഷ്യോയിലാണ്. ഇഫ് ഈച്ച് നമ്പർ ഈസ് ഇൻക്രീസ്ഡ് ബൈ 10, ഓരോ സംഖ്യയുടെയും കൂടെ 10 കൂട്ടിയാൽ then their ratio becomes 5:7. അവരുടെ റേഷ്യോ 5:7 ആവും. ദ നമ്പേഴ്സ് ആർ ഡാഷ്. സംഖ്യകൾ ഏതൊക്കെയാണ്? ഒന്നുകൂടെ പറയുന്നു, രണ്ട് സംഖ്യകൾ 3:5 എന്ന് പറയുന്ന റേഷ്യോയിലാണ്. ഓരോ സംഖ്യയുടെയും കൂടെ 10 കൂട്ടിയാൽ ഈ റേഷ്യോ 5:7 ആവും. എങ്കിൽ സംഖ്യകൾ ഏത്? മക്കളെ, ഈ ചോദ്യം നമുക്ക് 3 രീതി ചെയ്യാം. ഒന്നുകിൽ ഈ സാധനം ഓപ്ഷൻ വെച്ച് ചെയ്യാം. ഓപ്ഷൻ വെച്ച് ഈ കണ്ടീഷനിൽ എത്തുന്നുണ്ടോ എന്ന് എല്ലാ ചോദ്യത്തിനും ഇട്ടു നോക്കാം. നല്ല ടൈറ്റ് അത്. പിന്നെ എക്സ് വെച്ച് ചെയ്യുന്ന ഒരു പ്രോപ്പർ രീതിയിൽ പറയാം. ഇതല്ലാതെ ഞാനൊരു എളുപ്പ വഴിയും പറയാം. നിങ്ങൾക്ക് ഏതാ സൗകര്യം നിങ്ങളത് ഫോളോ ചെയ്ത് പൊക്കോളുക. അപ്പോൾ ഇതിൻ്റെ പ്രോപ്പർ രീതി ഞാനൊന്ന് കാണിക്കാം, ശ്രദ്ധിക്കാം. രണ്ട് സംഖ്യകൾ 3:5 എന്ന് പറയുന്ന റേഷ്യോയിലാണ്. അപ്പോൾ ആദ്യത്തെ സംഖ്യയെ നമുക്ക് 3x എന്നും രണ്ടാമത്തെ സംഖ്യയെ നമുക്ക് 5x എന്നും എടുക്കാം. കാര്യം രണ്ട് സംഖ്യകളുടെ റേഷ്യോ 3:5 അല്ലേ? അപ്പോൾ ആദ്യ സംഖ്യ 3x, രണ്ടാം സംഖ്യ 5x. എങ്ങനുണ്ട്? ഓരോ സംഖ്യയുടെയും കൂടെ 10 കൂട്ടുമ്പോൾ ഈ റേഷ്യോ 5:7 ആവും. ആദ്യത്തെ സംഖ്യ 3x അല്ലേ? അതിൻ്റെ കൂടെ 10 കൂട്ടി. രണ്ടാമത്തെ സംഖ്യ 5x അല്ലേ? അതിൻ്റെ കൂടെയും 10 കൂട്ടി. ഇങ്ങനെ റേഷ്യോ എടുത്താൽ ഇത് 5:7 ആവും എന്നാണ് പറയുന്നത്. എങ്ങനെയുണ്ട്? കൊള്ളാവോ? ഒന്നുകൂടെ പറയുന്നു, ഓരോ സംഖ്യയുടെയും കൂടെ 10 കൂട്ടും. എടാ, ആദ്യത്തെ സംഖ്യ 3x, അതിൻ്റെ കൂടെ 10 കൂട്ടി. എടാ, രണ്ടാമത്തെ സംഖ്യ 5x, അതിൻ്റെ കൂടെയും 10 കൂട്ടി. സംഖ്യകൾ 3x ഉം 5x ഉം ആണ്.
ഓരോ സംഖ്യയുടെയും കൂടെ 3x കൂടെയും 10 കൂട്ടി 5x കൂടെയും 10 കൂട്ടി. ഇങ്ങനെ എടുത്താൽ ഈ റേഷ്യോ 5:, ഇങ്ങനെ എടുക്കുന്നവന്റെ റേഷ്യോ 5:7 ആണ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് റൂൾ എഴുതി 3x + 10 5x + 10 = 5:7. ഇനി നമുക്ക് ഇതിൻ്റെ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. ഒന്നുകിൽ ഇവരെ നമുക്ക് 3x/10/5x + 10 ഡിവൈഡ് = 5/7 എന്നൊക്കെ എഴുതി ക്രോസ് ചെയ്യാം. ഇനി അതിനേക്കാളും നമ്മൾ പഠിച്ചിട്ടുണ്ട് ഏതൊരു പ്രപ്പോർഷൻ്റെയും ആദ്യത്തെയും അവസാനത്തെയും സംഖ്യകൾ തമ്മിൽ ഗുണിക്കുന്നത് നടുക്കത്തെ സംഖ്യകൾ തമ്മിൽ ഗുണിക്കുന്നതിനോട് തുല്യമാണ്. ഓക്കെ ആണോ? അപ്പം 3x + 10 7 കൂടെ ഗുണിക്കുന്നത് കണ്ടോ, ആദ്യവും അവസാനവും മുമ്പേ നമ്മൾ പറഞ്ഞു. അപ്പോൾ 7 കൊണ്ട് 3x + 10 ഗുണിക്കുക. ഗുണിക്കുമ്പോൾ ആ ബ്രാക്കറ്റിലുള്ള എല്ലാവരെയും ഗുണിക്കണം. ഒരു വീട്ടിൽ ഒരാൾക്ക് മാത്രം പരിപ്പോടെ വാങ്ങിച്ചുകൊണ്ട് ചെല്ലാൻ പറ്റത്തില്ല. പറ്റുമോ? അപ്പോൾ 7 കൊണ്ട് ഗുണിക്കാൻ പറഞ്ഞാൽ 3x ഗുണിക്കണം, 10 ഗുണിക്കണം. 3x 7 കൊണ്ട് ഗുണിച്ചാൽ 7 3 21x പ്ലസ് 7 10 കൂടെ ഗുണിച്ചാൽ 70 = ഇനി 5x + 10 നമ്മൾ 5 കൊണ്ട് ഗുണിക്കണം. 5x 5 കൊണ്ട് ഗുണിച്ചാൽ 25x പ്ലസ് 5 10 കൂടെ ഗുണിച്ചാൽ 50. അതിനകത്തിലുള്ള എല്ലാവരെയും. ഇനി നമുക്ക് എക്സ് എല്ലാം നമുക്ക് ഒരു സൈഡിലേക്ക് കൊണ്ടുവരാം, സംഖ്യകളെല്ലാം വേറൊരു സൈഡിൽ. ഇവിടെ ഓൾറെഡി 21x ഉണ്ട്, മൈനസ് ഈ 25x ഇവിടേക്ക് വരുമ്പോൾ -25x ആവും = ഇവിടെ ഓൾറെഡി 50 ഉണ്ട്, ഈ +70 അപ്പുറത്തേക്ക് പോകുമ്പോൾ -70 ആവും. 21x നിന്ന് 25x പോയാൽ ചെറുതിൽ നിന്ന് വലുത് പോയാൽ -4x = 50 നിന്ന് 70 പോയാൽ -20 ആവും. കാര്യം ചെറുതിൽ നിന്ന് വലുത് പോയാൽ മൈനസ്, ഇപ്പുറത്ത് കൊണ്ടുപോയ പ്ലസ് ആയനെ ഞാൻ ചെയ്തില്ല എന്നുള്ളൂ. അപ്പം -4x വില -20 ആയാൽ നോക്കണം, എക്സ് കാണാൻ ഈ -4 അപ്പുറത്തേക്ക് വിട്ടു. അവിടെ ഓൾറെഡി -20 ഉണ്ട്. -4 അപ്പുറത്തേക്ക് പോകുമ്പോൾ ഡിവിഷൻ 4 ആവും. അപ്പം -20 -4 കൊണ്ട് ഹരിക്കുമ്പോൾ 2 മൈനസ് എന്തായാലും പ്ലസ് ഹരിക്കുമ്പോൾ 2 മൈനസ് സംഖ്യകൾ തമ്മിൽ ഹരിക്കുമ്പോൾ പ്ലസ് ആവും. 20 4 കൊണ്ട് ഹരിച്ച് നമുക്ക് പറയാം 5. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 5 ആണ്. എക്സിൻ്റെ വാല്യൂ 5 കിട്ടിയാൽ നിനക്ക് എന്തും ചെയ്യത്തില്ലേ? ആദ്യത്തെ സംഖ്യ 3x, 3 × 5 15. രണ്ടാമത്തെ സംഖ്യ 5x, 5 × 5 25. അപ്പൊ സംഖ്യകൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം 15ഉം 25ഉം. ഓപ്ഷൻ ഡി ഈസ് അവർ ആൻസർ. ഇങ്ങനെയാണ് ഈ സാധനം വളരെ പ്രോപ്പറായി ചെയ്യുക. ചെയ്ത സ്റ്റെപ്പ് ഒന്നുകൂടെ പറയുന്നു. ആദ്യത്തെ സംഖ്യയുടെ റേഷ്യോ 3, സംഖ്യ 3x. രണ്ടാമത്തെ സംഖ്യയുടെ റേഷ്യോ 5, സംഖ്യ 5x. ഓരോ സംഖ്യയുടെയും കൂടെ 10 കൂട്ടി 3x + 10, 5x + 10, റേഷ്യോ 5:7 ആയി. ഈ സാധനത്തെ 7 കൊണ്ട് ഗുണിക്കണം, 21x + 70. ഈ സാധനത്തെ 5 കൊണ്ട് ഗുണിക്കണം, 25x + 50. 21x -25x എന്ന് പറഞ്ഞാൽ -4x. 50 -70 എന്ന് പറഞ്ഞാൽ -20. -4 അപ്പുറത്തേക്ക് പോകുമ്പോൾ എക്സിൻ്റെ വാല്യൂ കാണാൻ -20/-4 നമുക്ക് 5 കിട്ടും. 2 മൈനസ് തമ്മിൽ അത് പ്ലസ് ആവും. ഡിവിഷൻ ചെയ്താലും ഗുണനം ചെയ്താലും മൈനസ് സംഖ്യ 2 ആണ്, അത് പ്ലസ് ആവും. എക്സിൻ്റെ വാല്യൂ 5 കിട്ടിയാൽ ആദ്യ സംഖ്യ 3x, 3×5 15. രണ്ടാം സംഖ്യ 5x, 5×5 25. ഇനി ഇത് ചെയ്യാനായിട്ട് കുഞ്ഞുങ്ങളെ ഞാനൊരു എളുപ്പ വഴി പറയാം, നിങ്ങൾ ജസ്റ്റ് കേക്ക് ശ്രദ്ധിക്കണം. ഇവിടെ നമ്മളോട് പറയുന്നു 2 സംഖ്യകൾ 3:5 എന്ന് പറയുന്ന റേഷ്യോയിലാണ്. അപ്പൊ സംഖ്യകളുടെ റേഷ്യോ നമ്മളോട് പറയുന്നു 3:5. ഓക്കെ, ഓരോ സംഖ്യയുടെയും കൂടെ 10 കൂട്ടുമ്പോൾ ഈ റേഷ്യോ 5:7 ആവും. ഓരോ സംഖ്യയുടെയും കൂടെ 10 കൂട്ടുമ്പോൾ ഈ റേഷ്യോ 5:7 ആവും. ഇത്ര എഴുതാൻ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഒന്നുകൂടെ പറയുന്നു, 2 സംഖ്യകൾ 3:5 എന്ന് പറയുന്ന റേഷ്യോ
ഓരോ സംഖ്യയുടെയും കൂടെ 10 കൂട്ടുമ്പോൾ 5:7. ഇത് സംഖ്യകളുടെ റേഷ്യോ, ഇത് 10 കൂട്ടുമ്പോൾ ഉള്ള റേഷ്യോ. ഓക്കെ മക്കളെ, ആദ്യത്തെ സംഖ്യ കാണാൻ ആദ്യത്തെ സംഖ്യയുടെ റേഷ്യോ എടുക്കുക. ആദ്യത്തെ സംഖ്യയുടെ റേഷ്യോ 3. ഇനി ഈ 3 എടുത്ത നിരയിലല്ലാതെ ഒരു റേഷ്യോ സെറ്റൂടെ ഇവിടെ ഉണ്ടാവും. 3 എടുത്തത് ഈ നിരയിലാണ്. ഈ നിരയിലല്ലാതെ വേറൊരു റേഷ്യോ സെറ്റൂടെ ഉണ്ട്, 5ഉം 7ഉം. അവരുടെ വ്യത്യാസം എടുക്കുക. അവരുടെ വ്യത്യാസം 2. ഇനി എത്രയാണോ കൂട്ടിയത് അതെടുക്കുക. എത്രയാ കൂട്ടിയത്? 10. ഇത്ര എടുക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഒന്നുകൂടെ പറയുന്നു, ആദ്യത്തെ സംഖ്യ കാണാൻ ആദ്യത്തെ സംഖ്യയുടെ റേഷ്യോ 3. ഈ 3 എടുത്ത നിരയിലല്ലാതെ ഒരു റേഷ്യോ സെറ്റ് ഉണ്ട്, 5ഉം 7ഉം. അവരുടെ വ്യത്യാസം 2. എത്രയാണോ കൂട്ടിയത് അത് 10. ഒന്നുകൂടെ പറയുന്നു, ആദ്യത്തെ സംഖ്യ കാണാൻ ആദ്യത്തെ സംഖ്യയുടെ റേഷ്യോ 3. 3 എടുത്ത നിരയിലല്ലാതെ 5ഉം 7ഉം. അവരുടെ വ്യത്യാസം 2. എത്രയാണോ കൂട്ടിയത് അത് കൂട്ടിയത് 10. മക്കളെ, ഇത് 3ഉം കൂടെ ഗുണിക്കുക. അടിയിൽ എപ്പോഴും റേഷ്യോയുടെ ക്രോസ് പ്രോഡക്റ്റിന്റെ വ്യത്യാസം കൊടുക്കുക. ഇത് കേട്ടിട്ട് നമ്മൾ ഭയങ്കര സംഭവമാണെന്ന് വിചാരിക്കും. ഒന്നുമില്ല. അടിയിൽ ഈ മോഡൽ ചോദ്യങ്ങളിൽ എപ്പോഴും റേഷ്യോ, 2 റേഷ്യോ വരുന്ന ഈ മോഡലിൽ എപ്പോഴും റേഷ്യോയുടെ ക്രോസ് പ്രോഡക്റ്റിന്റെ വ്യത്യാസം. ഒന്നുമില്ല, കുറുക ഗുണിച്ചിട്ട് വ്യത്യാസം എടുക്കണം. 3ഉം 7ഉം നിങ്ങൾക്കറിയാം 21. 5ഉം 5ഉം നിങ്ങൾക്കറിയാം 25. ഇവരുടെ വ്യത്യാസം എൻ്റെ പൊന്നു പിള്ളാരെ 4. ചെറുതും വലുതൊന്നും നിങ്ങൾ നോക്കണ്ട. 1 2 2 2 2 4. 2ഉം 10 വെട്ടുമ്പോൾ 5. 3 × 5 നമുക്ക് പറയാം 15. ആദ്യത്തെ സംഖ്യ എത്രയാന്ന് ചോദിച്ചാൽ 15 എന്ന് കിട്ടി. ഇനി വേറെ ചെയ്യേണ്ട കാര്യമില്ല. കാര്യം ഓപ്ഷൻ ഡി 15 ഉള്ള ഒരൊറ്റ ഒരെണ്ണേ ഉള്ളൂ ഇതിനകത്ത്. ഇനി രണ്ടാമത്തെ സംഖ്യ കാണാൻ 3 റേഷ്യോ 15 1 റേഷ്യോ 5 റേഷ്യോ 25 എല്ലാവർക്കും അറിയാം. എന്നാൽ ഈ മെത്തേഡ് നമുക്കൊന്ന് നോക്കാം. രണ്ടാമത്തെ സംഖ്യ കാണാൻ രണ്ടാമത്തെ സംഖ്യയുടെ റേഷ്യോ എടുക്കുക. രണ്ടാമത്തെ സംഖ്യയുടെ റേഷ്യോ 5. 5 എടുത്ത നിരയിൽ അല്ലാതെ ഒരു റേഷ്യോ സെറ്റൂടെ ഉണ്ട്, 5ഉം 7ഉം. അവരുടെ വ്യത്യാസം എടുക്കുക 2. ഇനി എത്രയാണോ കൂട്ടിയത് അത് 10. മക്കളെ, അടിയിൽ എപ്പോഴും റേഷ്യോയുടെ ക്രോസ് പ്രോഡക്റ്റിന്റെ വ്യത്യാസം 21 25 വ്യത്യാസം 4. 1 2 2 2 4. 10 2 വെട്ടുമ്പോൾ 5. 5 × 5 നമ്മുടെ ഉത്തരം 25. സിമ്പിൾ പരിപാടിയല്ലേ? അപ്പൊ സ്വാഭാവികമായും നിങ്ങൾ ചിന്തിക്കുന്ന ഒരു സാധനം, ഇതെല്ലായിടത്തും നടക്കുമോ? ഏത് മോഡലിലൊക്കെ ഇത് നടക്കും? അതായത് 2 സംഖ്യകളുടെ റേഷ്യോ തന്നു. ഈ സംഖ്യകളുടെ രണ്ടിൻ്റെയും കൂടെ ഒരേ സംഖ്യ കൂട്ടിയാലോ ഒരേ സംഖ്യ കുറച്ചാലോ ഈ മെത്തേഡ് നമുക്ക് നടക്കും. ഇവിടെ നോക്ക്, ഈ 2 സംഖ്യയുടെയും കൂടെ 10 കൂട്ടി, ഇനി വേറൊരു റേഷ്യോ കിട്ടി. ഇനി 10 കുറച്ചു എന്ന് പറഞ്ഞാലും നമുക്കിത് ചെയ്യാം. 5 കൂട്ടി, 5 കുറച്ചു. ഓരോ സംഖ്യയുടെയും കൂടെ 8 കൂട്ടുമ്പോൾ ഒരു റേഷ്യോ, അല്ലെ ഓരോ സംഖ്യയുടെയും കൂടെ 8 കുറയുമ്പോൾ ഒരു റേഷ്യോ. ഇങ്ങനെയുള്ളിടത്തെല്ലാം ഈ ഒരു മാർഗം നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇനി കുറച്ചു പേര് ചിന്തിക്കുന്ന ഒരു സാധനം, ഇത് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്നല്ലേ ആലോചിച്ചത്. ഇത് നമ്മൾ കണ്ടിട്ടുണ്ട്. എവിടാന്നറിയാവോ? പഴയ ഏജിൻ്റെ ക്ലാസ് കണ്ടവർക്ക് ഇത് വളരെ സിമ്പിളായിട്ട് കണക്ട് ചെയ്യാം. പണ്ടത്തെ ഏജ് അല്ലേ ഇത്? 2 പേരുടെ വയസ്സിൻ്റെ റേഷ്യോ 3:5. ഓരോ സംഖ്യയുടെയും കൂടെ 10 കൂട്ടുന്നതിന് പകരം ഏജിൽ എന്തോ പറയുന്നത്, 10 വർഷം കഴിയുമ്പോൾ അവരുടെ റേഷ്യോ 5:7. 10 വർഷം കഴിയുമ്പോൾ എന്ന് പറയുന്നതിന് പകരം 10 കൂട്ടി. 2 ഒരേ അർത്ഥമല്ലേ? ഇപ്പം എൻ്റെ വയസ്സ് 40, ഇപ്പോൾ 10 കൊല്ലം കഴിയുമ്പോൾ 50. 10 കൂടി എന്ന് പറയുന്നതിന് പകരം 10 വർഷം കഴിഞ്ഞു എന്ന് ഏജ് പറയും, അത്രേ ഉള്ളൂ. അപ്പോൾ ഇത് ഞാൻ ഒന്നുകൂടെ പറയുന്നു. 2 സംഖ്യകൾ 3:5. അപ്പോൾ സംഖ്യകളുടെ റേഷ്യോ നമ്മൾ എഴുതി 3:5. ഓരോ സംഖ്യയുടെയും കൂടെ 10 കൂടുമ്പോൾ റേഷ്യോ 5:7. ഇത് സംഖ്യകളുടെ റേഷ്യോ, ഇത് 10 കൂട്ടുമ്പോൾ ഉള്ള റേഷ്യോ. ആദ്യത്തെ സംഖ്യ കാണാൻ ആദ്യത്തെ സംഖ്യയുടെ റേഷ്യോ എടുത്തു 3. 3 എടുത്ത നിരയിൽ അല്ലാതെ ഒരു റേഷ്യോ സെറ്റ് 5ഉം 7ഉം. അവരുടെ വ്യത്യാസം 2.
എത്രയാണോ കൂട്ടിയത് അത്, അവിടെ വർഷം, എത്രയാണോ കൂട്ടിയത് അത് 10. ഇത് 3ഉം കൂടെ ഗുണിക്കുക. അടിയിൽ എപ്പോഴും 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 റേഷ്യോ ക്രോസ് ചെയ്ത വ്യത്യാസം 21, 25, 21, 25 വ്യത്യാസം 4. 1, 2, 2, 2, 4. ഇത് വെട്ടിക്കളയുമ്പോൾ 5. 5 ഗുണം 3 നമുക്ക് പറയാം 15. ഇനി രണ്ടാമത്തെ സംഖ്യ കാണാൻ 15 ഉള്ള ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ, അത് മതി. എന്നാലും ഈ മെത്തേഡിൽ ഒന്നുകൂടെ പറയുന്നേ ഉള്ളൂ. രണ്ടാമത്തെ സംഖ്യ കാണാൻ രണ്ടാമത്തെ സംഖ്യയുടെ റേഷ്യോ 5. 5 എടുത്ത നിരയിലല്ലാതെ 5ഉം 7ഉം അവരുടെ വ്യത്യാസം 2. എത്രയാണോ കൂട്ടിയത് അത് 10. അടിയിൽ എപ്പോഴും റേഷ്യോടെ ക്രോസ് ചെയ്ത വ്യത്യാസം 21, 25 വ്യത്യാസം 2. സോറി 4. 1, 2. ഇത് വെട്ടിക്കളയുമ്പോൾ 5. 5 ഗുണം 5 25. എങ്ങനെയുണ്ട്, കൊള്ളാമോ? 15ഉം 25ഉമാണ്. ഓപ്ഷൻ ഡി ഈസ് അവർ ആൻസർ. ഈ മെത്തേഡ് അറിയാമെങ്കിൽ ഏജിന്റെ കുറേ ചോദ്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. അടുത്ത ചോദ്യം, 2 സംഖ്യകൾ 2:3 എന്ന അനുപാതത്തിലാണ്. ഇവയിൽ ഓരോന്നിൽ നിന്നും 5 കുറച്ചാൽ 3:5 എന്ന അനുപാതത്തിലാവും എങ്കിൽ ആദ്യത്തെ സംഖ്യ കണ്ടെത്തുക. 2022 ഡിഗ്രി പ്രിലിംസിന് വന്ന ചോദ്യമാണ് ഇത്. മുമ്പത്തെ ചോദ്യവും ഈ ചോദ്യവും തമ്മിലുള്ള വ്യത്യാസം എന്തുവാ? മുമ്പേ ഓരോ സംഖ്യയുടെയും കൂടെ 10 കൂട്ടി എന്ന് പറഞ്ഞു. ഇവിടെ ഓരോ സംഖ്യയുടെയും കൂടെ 5 കുറച്ചു എന്ന് പറഞ്ഞു. മുമ്പേ കൂട്ടുന്ന ചോദ്യമാണ്, ഇവിടെ കുറയുന്ന ചോദ്യമാണ്. ആക്ച്വൽ മെത്തേഡ് നമ്മൾ ചെയ്യുവാണെങ്കിൽ രണ്ടും 2 രീതിയിലാണ് ചെയ്യുന്നത്. ആക്ച്വൽ മെത്തേഡ് ഞാനൊന്ന് പറയാം. 2 സംഖ്യകൾ 2:3 എന്ന അംശബന്ധത്തിൽ. ആദ്യത്തെ സംഖ്യ 2x, രണ്ടാമത്തെ സംഖ്യ 3x. ഓരോ സംഖ്യയുടെയും കൂടെ 5 കുറച്ചു. അപ്പൊ 2xൽ നിന്ന് 5 കുറച്ചപ്പോൾ 2x - 5. 3xൽ നിന്ന് 5 കുറയ്ക്കുമ്പോൾ 3x - 5. ഇവരുടെ റേഷ്യോ 3:5 ആവും. അപ്പൊ നമുക്ക് പറയാം 2x - 5ന്റെയും 3x - 5ന്റെ റേഷ്യോ 3:5. ഇനി ഇതൂടെ മൾട്ടിപ്ലൈ ചെയ്ത് ഇതൂടെ മൾട്ടിപ്ലൈ ചെയ്ത് എക്സിന്റെ വാല്യൂ കണ്ടുപിടിച്ച് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. 100% ശരിയാ. ഇനി നമ്മുടെ മെത്തേഡിൽ ഇതെങ്ങനെ ചെയ്യാം? 2 സംഖ്യകൾ 2:3 എന്ന അനുപാതത്തിലാണ്. അപ്പൊ നമ്മൾ എഴുതും സംഖ്യകളുടെ റേഷ്യോ 2:3 ആണ്. ഓരോ സംഖ്യയുടെയും കൂടെ 5 കുറച്ചു. അപ്പൊ ഓരോ സംഖ്യയുടെയും കൂടെ 5 കുറച്ചു. അപ്പോൾ ഈ റേഷ്യോ 3:5. കണ്ടോ? അപ്പൊ 2 സംഖ്യകളുടെ റേഷ്യോ 2:3. ഓരോ സംഖ്യയുടെയും കൂടെ 5 കുറയ്ക്കുമ്പോഴുള്ള റേഷ്യോ 3:5. ഇത് സംഖ്യകളുടെ റേഷ്യോ. ഇത് 5 കുറയ്ക്കുമ്പോൾ നമുക്ക് ആദ്യത്തെ സംഖ്യയാണ് കാണേണ്ടി. മക്കളെ, ആദ്യത്തെ സംഖ്യ കാണാൻ ആദ്യത്തെ സംഖ്യയുടെ റേഷ്യോ എടുക്കുക 2. സംഖ്യ കാണാൻ സംഖ്യയുടെ റേഷ്യോ 2. ആദ്യ സംഖ്യയുടെ റേഷ്യോ 2. ഈ 2 എടുത്ത നിരയിൽ അല്ലാതെ 3ഉം 5ഉം അവരുടെ വ്യത്യാസം എടുക്കുക 2. എത്രയാണോ കുറച്ചത് അത്. മൈനസും പ്ലസും നിങ്ങൾ നോക്കണ്ട. മുമ്പേ എത്രയാണോ കൂട്ടിയത് അതായിരുന്നു. ഇവിടെ എത്രയാണോ കുറച്ചത് അത്. ഓക്കെ, ഇത് 3ഉം കൂടെ ഗുണിക്കുക. അടിയിൽ എപ്പോഴും റേഷ്യോ ക്രോസ് ചെയ്ത വ്യത്യാസം 2ഉം 5ഉം 10, 3ഉം 3ഉം 9 വ്യത്യാസം 1. വെട്ടാനായിട്ട് 1, 2ഉം 2ഉം 4, 4 5 20. സിമ്പിൾ പരിപാടി. കണ്ട 20 എവിടെ? ഇവിടെ 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 കണ്ട. ഒന്നുകൂടെ പറയുന്നു, ആദ്യത്തെ സംഖ്യ കാണണം. ആദ്യത്തെ സംഖ്യ കാണാൻ ആദ്യത്തെ സംഖ്യയുടെ റേഷ്യോ എടുക്കുക 2. 2 എടുത്ത നിരയിൽ അല്ലാതെ 3ഉം 5ഉം അവരുടെ വ്യത്യാസം 2. എത്രയാണോ ഇവിടെ കുറച്ചത് അത് 5. അടിയിൽ എപ്പോഴും റേഷ്യോ കുറുക ഗുണിച്ച വ്യത്യാസം 10, 9, 10, 9 വ്യത്യാസം 1. വെട്ടാനൊന്നുമില്ല. ഉത്തരം 20. കണ്ടോ? ഇനി നിങ്ങളോട് രണ്ടാമത്തെ സംഖ്യയാണ് ചോദിച്ചെന്നിരിക്കട്ടെ. ഇത് 2:20 3:30 മതി. എന്നാലും രണ്ടാമത്തെ സംഖ്യ ചോദിച്ചാൽ രണ്ടാമത്തെ സംഖ്യ കാണാൻ രണ്ടാമത്തെ സംഖ്യയുടെ റേഷ്യോ. സംഖ്യകൾ ഇതാണ്. അപ്പൊ സംഖ്യകളെ കാണാൻ സംഖ്യകളുടെ റേഷ്യോ എടുക്കണം. രണ്ടാമത്തെ സംഖ്യയുടെ റേഷ്യോ 3. 3 എടുത്ത നിരയിൽ അല്ലാതെ 3ഉം 5ഉം അവരുടെ വ്യത്യാസം 2. എത്രയാണോ കുറച്ചത് അത് 5. അടിയിൽ എപ്പോഴും റേഷ്യോടെ ക്രോസ് ചെയ്ത വ്യത്യാസം 10, 9 വ്യത്യാസം 1. 3, 2, 6, 6, 5, 30. കണ്ടോ? ഇങ്ങനെ വേണേ നമുക്ക് ചിന്തിക്കാം. ഇനി ചിലപ്പോൾ നിങ്ങളോട് പരീക്ഷയ്ക്ക് പറയാൻ പോകുന്നത് വലിയ സംഖ്യയും ചെറിയ സംഖ്യയും കാണാനായിരിക്കും. വലിയ സംഖ്യ കാണാൻ
ഇതിനകത്തിലെ സംഖ്യകളുടെ വലിയ റേഷ്യോ മാത്രം എടുത്താൽ മതി. 3 റേഷ്യോയുടെ മാത്രം ചെയ്തു. ചെറിയ സംഖ്യ ചോദിച്ചാൽ സംഖ്യകളുടെ ചെറിയ റേഷ്യോ ഉള്ളതിനെ മാത്രം ചെയ്താൽ മതി. ഇങ്ങനെയൊക്കെ വേണേലും നമുക്ക് ചോദ്യം വരാം. നമ്മളിപ്പോൾ ചെയ്ത പോലത്തെ 2 ചോദ്യങ്ങൾ ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഷോർട്ടായിട്ടാണ് എഴുതിയേക്കുന്നത്. നമുക്ക് ഒരുമിച്ച് ആ ചോദ്യം ഒന്ന് വായിക്കണം, എന്നിട്ടൊന്ന് ചെയ്ത് നോക്കണം. നമുക്ക് ഒരുമിച്ച് വായിക്കാം. 2 സംഖ്യകൾ 7:8 എന്ന അംശബന്ധത്തിലാണ്. ഓരോ സംഖ്യകളുടെയും കൂടെ 15 കൂട്ടിയാൽ 10:11 ആവും. 2 സംഖ്യകൾ 7:8 എന്ന അംശബന്ധത്തിലാണ്. ഓരോ സംഖ്യയുടെയും കൂടെ 15 കൂട്ടിയാൽ ഈ അംശബന്ധം 10:11 ആവും. സംഖ്യകൾ കണ്ടെത്താൻ പറയാം, അല്ലെ ആദ്യ സംഖ്യ കാണാൻ പറയാം, വലിയ സംഖ്യ കാണാൻ പറയാം, വാട്ടോ. സംഖ്യ കാണാൻ ആദ്യത്തെ സംഖ്യയുടെ റേഷ്യോ 7. 7 എടുത്ത നിരയിൽ അല്ലാതെ 10ഉം 11ഉം അവരുടെ വ്യത്യാസം 1. എത്രയാണോ കൂട്ടിയത് അത് 15. ഇത് 3ഉം കൂടെ ഗുണിക്കുക. അടിയിൽ എപ്പോഴും ഇവരുടെ ക്രോസ് ചെയ്ത വ്യത്യാസം. ഇത് ക്രോസ് ചെയ്ത് നോക്കൂ. 7ഉം 11ഉം 77, 8ഉം 10ഉം 80. മക്കളെ ഇവരുടെ വ്യത്യാസം 77ഉം 80ഉം വ്യത്യാസം 3. 3ഉം 15ഉം വെട്ടുമ്പോൾ ഇത് 5 ആവും. 5 ഗുണം 7 35. ആദ്യത്തെ സംഖ്യ അല്ലെങ്കിൽ ചെറിയ സംഖ്യ ചോദിച്ചാൽ 35. ഇനി രണ്ടാമത്തെ സംഖ്യ 7:35 8:40 ആണെന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ ഈ മെത്തേഡിൽ എങ്ങനെ ചെയ്യാമെന്ന് ട്രൈ ചെയ്യാം. രണ്ടാമത്തെ സംഖ്യ കാണാൻ രണ്ടാമത്തെ സംഖ്യയുടെ റേഷ്യോ 8. 8 എടുത്ത നിരയിൽ അല്ലാതെ 10ഉം 11ഉം അവരുടെ വ്യത്യാസം 1. എത്രയാണോ കൂട്ടിയത് അത് 15. അടിയിൽ എപ്പോഴും വ്യത്യാസം 3. ഇത് വെട്ടിക്കളയുമ്പോൾ 5. 5 40. സിമ്പിൾ അല്ലേ? അടുത്തതും ഇതേപോലൊരു ചോദ്യം. കൂട്ടുന്നതിന് പകരം കുറയ്ക്കുന്നു. നമുക്കൊന്ന് ട്രൈ ചെയ്യാം. ഇംഗ്ലീഷിൽ ചോദ്യം വായിച്ചു നോക്കാം. 2 numbers are in the ratio 3:5. If 4 is subtracted from each of the numbers, the ratio will become 1:2. Find the numbers. 2 സംഖ്യകൾ 3:5 എന്ന് പറയുന്ന അനുപാതത്തിലാണ്. ഓരോ സംഖ്യയുടെയും കൂടെ 4 കുറച്ചാൽ 1:2 ആവും സംഖ്യകൾ. ആദ്യ സംഖ്യ കാണാൻ ആദ്യ സംഖ്യയുടെ റേഷ്യോ 3. 3 എടുത്ത നിരയിലല്ലാതെ 1ഉം 2ഉം വ്യത്യാസം 1. എത്രയാണോ കുറച്ചത് അത് 4. അടിയിൽ എപ്പോഴും കൂട്ടുന്നതിന് പകരം കുറച്ചത് അത്. നെഗറ്റീവ് ഒന്നും നിങ്ങൾ നോക്കണ്ട, കുറച്ചത് 4. ക്രോസ് ചെയ്ത വ്യത്യാസം അടിയിൽ എപ്പോഴും 6, 5 വ്യത്യാസം 1. വെട്ടാനൊന്നുമില്ല. 3 12. രണ്ടാമത്തെ സംഖ്യ കാണാൻ 3:12 5:20 ആണെന്ന് എല്ലാവർക്കും അറിയാം. പോട്ടെ. രണ്ടാമത്തെ സംഖ്യ കാണാൻ രണ്ടാമത്തെ സംഖ്യയുടെ റേഷ്യോ 5. 5 എടുത്ത നിരയിലല്ലാതെ 1ഉം 2ഉം വ്യത്യാസം 1. എത്രയാണോ കുറച്ചത് എത്രയാ? 4. അടിയിൽ എപ്പോഴും റേഷ്യോടെ ക്രോസ് ചെയ്ത വ്യത്യാസം 6ഉം 5ഉം വ്യത്യാസം 1. വെട്ടാനൊന്നുമില്ല. 4 20. എങ്ങനുണ്ട്? ഓക്കെ, അടുത്ത ചോദ്യത്തിലോട്ട് പോകുന്നു. 2022 ഡിഗ്രി പ്രിലിംസിന്റെ ഫേസ് 1 ചോദിച്ച ചോദ്യമാണ്. അന്ന് ഈ ചോദ്യം ടൈപ്പ് ചെയ്തപ്പോൾ ഒരിച്ചിരി പ്രശ്നങ്ങൾ പറ്റിയായിരുന്നു. അന്ന് കട്ട് ചെയ്ത് കളഞ്ഞതാണ്. പക്ഷെ നമ്മൾ ആ ചോദ്യം ശരിയാക്കി ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതേപോലൊരു ചോദ്യം 2023 വന്നിട്ടുണ്ട്. ചോദിക്കാനുള്ള സാധ്യത ഏറെയാണ്. റേഷ്യോ, പ്രപ്പോർഷൻ, പെർസെൻറ്റേജ്, ആവറേജ്, ഇത് 3 ഒരുമിച്ച് വരുന്ന ചോദ്യങ്ങളിൽ ഒന്ന് എന്ന് വേണമെങ്കിൽ പറയാം. ചോദ്യം നമുക്ക് തുടങ്ങാം. ദ ആവറേജ് മാർക്ക് ഓഫ് ബോയ്സ് ഇൻ എ ക്ലാസ് ഈസ് 62. ഒരു ക്ലാസ്സിലെ ബോയ്സിന്റെ ആവറേജ് മാർക്ക്, ആൺകുട്ടികളുടെ ശരാശരി മാർക്ക് 62. ആൻഡ് ദാറ്റ് ഓഫ് ഗേൾസ് ഈസ് 52. പെൺകുട്ടികളുടെ മാത്രം ശരാശരി മാർക്ക് 52. ദ ആവറേജ് മാർക്ക് ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസ് കമ്പൈൻഡ് ഈസ് 60. രണ്ടുപേരുടെ, ബോയുടെയും ഗേളിന്റെ, അതായത് ആ ക്ലാസിന്റെ മുഴുവൻ ശരാശരി 60. ദ പെർസെൻറ്റേജ് ഓഫ് നമ്പർ ഓഫ് ബോയ്സ് ഇൻ ദ ക്ലാസ് ഈസ് ഡാഷ്. എങ്കിൽ ആ ക്ലാസ്സിൽ ഉള്ള കുട്ടികളുടെ ബോയ്സിന്റെ എണ്ണത്തിന്റെ ശതമാനം എത്ര ശതമാനം ബോയ്സ് അവിടെ ഉണ്ട്? അപ്പൊ ആ ക്ലാസ്സിലുള്ള ബോയിയുടെ എണ്ണത്തിന്റെ ശതമാനം എത്ര എന്നതാണ് ചോദ്യം. ചോദ്യം ഒന്നുകൂടെ പറയുന്നു. ഒരു ക്ലാസ്സിലെ ആൺകുട്ടികളുടെ മാത്രം ശരാശരി മാർക്ക് 62. പെൺകുട്ടികളുടെ മാത്രം ശരാശരി മാർക്ക് 52. ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും കൂടെ ശരാശരി മാർക്ക് 60. അങ്ങനെയാണെങ്കിൽ ആ ക്ലാസ്സിൽ ബോയ്സ് എത്ര ശതമാനം, ബോയ്സിന്റെ എണ്ണത്തിന്റെ ശതമാനം കണ്ടുപിടിക്കുക എന്നതാണ് ചോദ്യം. മക്കളെ, ഇത് പലതും എക്സ് ഒക്കെ വെച്ച് നമുക്ക് വളരെ കുറച്ചുകൊണ്ട് അത് ചെയ്യാനായിട്ട് ചെയ്തു പോകാം. ഇത് അലിഗേഷൻ മെത്തേഡിൽ ചെയ്യുന്നതാണ് കമ്പാരിറ്റീവ്ലി നല്ലത്. നല്ല രീതിയിൽ ഒന്ന് ശ്രദ്ധിക്കുക. ഒരു ക്ലാസ്സിലെ
ബോയ്സിന്റെ മാത്രം ശരാശരി നമ്മളോട് പറയുന്നു 62. നമ്മൾ മേളില് ബോയ്സ് എന്ന് എഴുതുക, 62 എന്ന് കൊടുക്കുക. അങ്ങനെ ബോയ്സ് എന്ന് എഴുതണമെന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷെ നിങ്ങൾക്ക് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിയാനുള്ള സാധ്യതയുണ്ട്. ബോയ്സിന്റെ 62. ഇനി ഗേൾസിന്റെ മാത്രം ശരാശരി നമ്മളോട് പറയുന്നു 52. ഗേൾസ് എന്ന് എഴുതി, ഗേൾസിന്റെ മാത്രം ശരാശരി 52. ഇനി ബോയിയുടെയും ഗേളിന്റെയും രണ്ടുപേരുടെയും കൂടെ ശരാശരി 60. അത് നമ്മൾ വേണ്ടുന്ന അടുക്കോട്ട് എഴുതി. ബോയ്സിന്റെ മാത്രം 62, ഗേൾസിന്റെ മാത്രം 52, രണ്ടുപേരുടെയും കൂടെ ശരാശരി 60. അത് നമ്മൾ നടുക്കോട്ട് എഴുതി. ബുദ്ധിമുട്ടുണ്ടോ? ബോയ്, ഗേള്, രണ്ടുപേരുടെയും നടുക്ക്. ഇനി ഇതിനെ അങ്ങ് അലിഗേറ്റ് ചെയ്യുക. ഈ അലിഗേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത് ഈ അലിഗേറ്റ് ചെയ്ത ക്വാണ്ടിറ്റിയുടെ എണ്ണമായിരിക്കും. അപ്പോൾ സ്വാഭാവികമായി നിങ്ങളുടെ മനസ്സിൽ ചിന്തിക്കുന്ന ഒരു സാധനം, സാറേ കുറേ ക്ലാസ്സുകളായിട്ട് ഈ അലിഗേഷൻ്റെ മെത്തേഡ് വെച്ച് ചെയ്യുന്ന പരിപാടി കാണുന്നുണ്ട്, അലിഗേഷൻ ആൻഡ് മിക്സർ ഒരു ക്ലാസ് ആയിട്ട് തന്നെ ചെയ്യുമോ? ഞാൻ വളരെ താമസിക്കാതെ തന്നെ ഈ അലിഗേഷൻ മിക്സർ നമ്മുടെ രണ്ടാമത്തെ ചാനൽ ട്രിക്ടൺ 2.0 എന്ന് പറയുന്ന ചാനൽ ക്ലാസ് ആയിട്ട് തന്നെ ഞാനത് എടുക്കാം. ഏതൊക്കെ അലിഗേറ്റ് ചെയ്യാം, അലിഗേഷൻ വെച്ചിട്ട് നമുക്ക് എന്തൊക്കെ ഇപ്പോൾ റേഷ്യോ പ്രൊപ്പോർഷണൽ അലിഗേഷൻ ഉണ്ട്, ആവറേജിൽ അലിഗേഷൻ ഉണ്ട്, പെർസെൻറ്റേജിൽ അലിഗേഷൻ ഉണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസിൽ പല ചോദ്യങ്ങളും നമുക്ക് എളുപ്പമാക്കാൻ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. അതായത് 2 രീതിയിലുള്ള സാധനങ്ങൾ കമ്പയർ ചെയ്ത് വെക്കുന്ന അതിൻ്റെ ക്വാണ്ടിറ്റിയെ കണ്ടുപിടിക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ എവിടൊക്കെ അലിഗേഷൻ ചെയ്യാൻ പറ്റും, എവിടൊക്കെ പറ്റത്തില്ല, അലിഗേഷൻ വെച്ച് നമുക്ക് എളുപ്പത്തിലാക്കുന്ന ചോദ്യങ്ങൾ ഏതൊക്കെയാണ്, ഇതെല്ലാം കൂടെ ഞാൻ അലിഗേഷൻ എന്ന് പറയുന്ന ഒരു ക്ലാസ് ചെയ്യാം. ഇവിടെ നമ്മൾ ചെയ്തിടാത്തതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ അലിഗേഷൻ ആൻഡ് മിക്സർ എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് PSCയിൽ ഒരിടത്തുമില്ല. പിന്നെ പല ക്വസ്റ്റ്യനിലും ഒക്കെ കയറി വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. മറ്റ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ എക്സാമിലേക്ക് വരുമ്പോൾ അവിടെ ഒരു ടോപ്പിക്ക് തന്നെ കിടപ്പുണ്ട്. അപ്പോൾ അത് ഞാൻ താമസിക്കാതെ ചെയ്യാം. തൽക്കാലം നിങ്ങൾ ഇത്രയും നോക്കുക. ബോയ്സിൻ്റെ മാത്രം 62, ഗേൾസിൻ്റെ മാത്രം 52. ഇനി ബോയ്സും ഗേൾസും കൂടെ വരുമ്പോൾ 60. ബോയ്സ് മാത്രം 62, ഗേൾസ് മാത്രം 52, ബോയ്സും ഗേൾസും കൂടെ 60. അലിഗേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഇവിടോട്ട് എഴുതുക. 62ഉം 60ഉം തമ്മിലുള്ള വ്യത്യാസം 2. 52ഉം 60ഉം തമ്മിലുള്ള വ്യത്യാസം ഇവിടോട്ട് എഴുതുക. 52ഉം 60ഉം തമ്മിലുള്ള വ്യത്യാസം 8. മക്കളെ, ഈ കിട്ടിയതായിരിക്കും ഈ അലിഗേറ്റ് ചെയ്ത സാധനത്തിന്റെ എണ്ണത്തിന്റെ റേഷ്യോ. അതായത് ബോയ്സിന്റെ എണ്ണ 8 റേഷ്യോയും ഗേൾസിന്റെ എണ്ണം 2 റേഷ്യോയുമാണ്. പിന്നെ നിങ്ങളുടെ മനസ്സിൽ തോന്നാന്ന്, ഇത് ഗേളിന്റെ അവിടെ നിന്ന് പോയാലോ, അപ്പൊ ഇത് ഗേളിന്റെ അല്ലേ? അങ്ങനെയല്ല. അവനവന്റെ നേരെ ബോയ്സിന്റെ എണ്ണ 8 റേഷ്യോ, ഗേൾസിന്റെ എണ്ണം 2 റേഷ്യോ. ഇത് 8ഉം 2ഉം വെട്ടിക്കളഞ്ഞ് നമുക്ക് പറയാം 4:1. വെട്ടിയില്ലേലും ഉത്തരം കിട്ടും, പിന്നെ ഞാൻ അങ്ങ് വെട്ടുന്നേ ഉള്ളൂ. 4:1. അപ്പൊ ബോയ്സിന്റെ എണ്ണം 4 റേഷ്യോയാണ്, ഗേൾസിന്റെ എണ്ണം 1 റേഷ്യോയാണ് എന്ന് നമുക്ക് മനസ്സിലാവും ഈ ക്ലാസ്സിൻ്റെ. ഇവിടെ വരെ ഞാൻ ഒന്നുകൂടെ പറയാം, നിങ്ങളെല്ലാവരും എൻ്റെ ഒപ്പം പിടിക്കും. ബോയ്സിന്റെ മാത്രം, ഞാൻ ബോയ് എന്ന് എഴുതി, ബോയ്സിന്റെ മാത്രം ശരാശരി 62. ഗേളെന്ന് എഴുതി, ഗേളിന്റെ മാത്രം ശരാശരി 52. ഇനി രണ്ടുപേരുടെയും കൂടെ ശരാശരി ഇതിന്റെ നടുക്കോട്ട് എഴുതി 60. അലിഗേറ്റ് ചെയ്യുക. 62ഉം 60ഉം തമ്മിലുള്ള വ്യത്യാസം 2 ഇവിടെ, 52ഉം 60ഉം തമ്മിലുള്ള വ്യത്യാസം 8 ഇവിടെ. ഈ കിട്ടിയതാണ് ബോയിയുടെയും ഗേളിന്റെയും എണ്ണത്തിന്റെ റേഷ്യോ 8:2. ഇത് വെട്ടിക്കളയുമ്പോൾ നമുക്ക് പറയാം 2 കൊണ്ട് വെട്ടിക്കളയുമ്പോൾ 4:1. മക്കളെ, ബോയ്സിന്റെ എണ്ണം 4, ഗേൾസിന്റെ എണ്ണം 1. അവനവന്റെ നേരെ വരുന്ന എടുക്കാവൂ, അവിടുന്ന് പോയത് അതല്ലേ? അങ്ങനല്ല. ബോയ്സിന്റെ നേരെ കിട്ടിയത് 4, ഗേൾസിന്റെ നേരെ കിട്ടിയത് 1. ബോയ്സിന്റെയും ഗേൾസിന്റെയും എണ്ണത്തിന്റെ റേഷ്യോ 4:1. നിങ്ങളോട് ഇങ്ങനെയായിരുന്നു ചോദ്യം ചോദിച്ചത്, എടാ ബോയിയുടെയും ഗേളിന്റെ എണ്ണത്തിന്റെ റേഷ്യോ കണ്ടുപിടിടാ എന്നതായിരുന്നു ചോദ്യമെങ്കിൽ അത് 4:1. നമ്മളോട് ചോദിച്ചേക്കുന്നു പെർസെൻറ്റേജ് ഓഫ് നമ്പർ ഓഫ് ബോയ്സ് ഇൻ ദ ക്ലാസ്. ആ ക്ലാസ്സിലുള്ള ബോയ്സിന്റെ പെർസെൻറ്റേജ് കാണണം, ശതമാനം കാണണം. മക്കളെ, ആ ക്ലാസ്സിൽ മൊത്തം ബോയും ഗേളും 5 റേഷ്യോയാണ്. അതിൽ ബോയ് എന്ന് പറയുന്നത് 4. അപ്പൊ അവരുടെ ശതമാനം കാണാൻ 4/ ടോട്ടലായ 5 × 100. ഇനി ഗേളിന്റെ ശതമാനം കാണാൻ 1/ ടോട്ടലായ 5 × 100.
ബോയിയുടെ ശതമാനം കാണാൻ 4 ബൈ ടോട്ടലായ 5 ഇൻറ്റു 100. ഓരഞ്ചഞ്ച് ഈരഞ്ച് 10 20 ആവും. നമ്മുടെ ഉത്തരം 80%. ഇനി ഗേളിൻ്റെ ആയിരുന്നെങ്കിൽ 1/4 ഇൻറ്റു 100 ചെയ്യേണ്ടി 1/5 ഇൻറ്റു 100 ചെയ്യേണ്ടി വരും. നമ്മുടെ ഉത്തരം 20% എന്ന് വന്നേനെ. നമ്മളോട് ഇവിടെ ബോയിയുടെയാണ് ചോദിച്ചത്. സോ ഓപ്ഷൻ എ ഈസ് അവർ ആൻസർ. ചെയ്ത സ്റ്റെപ്പ് ഒന്നുകൂടെ. ബോയ് ഗേള് നടുക്ക് ഇവർ തമ്മിൽ അലിഗേറ്റ് ചെയ്തു 2. ഇവർ തമ്മിലുള്ള വ്യത്യാസം 8. അപ്പൊ ബോയിയുടെയും ഗേളിന്റെയും എണ്ണത്തിന്റെ റേഷ്യോ 8:2. വെട്ടിക്കളയുമ്പോൾ 4:1. അപ്പൊ ബോയിയുടെയും ഗേളിന്റെയും എണ്ണത്തിന്റെ റേഷ്യോ 4:1 ആണ്. നമ്മളോട് അവരുടെ പെർസെൻറ്റേജ് ബോയിയുടെ പെർസെൻറ്റേജാ ചോദിച്ചേ. ബോയിയുടെ പെർസെൻറ്റേജ് കാണാൻ 4 ബൈ ടോട്ടലായ 5 ഇൻറ്റു 100 പെർസെൻറ്റേജ് ആയതുകൊണ്ട് വെട്ടിക്കളഞ്ഞു 80%. ഇത് കൂട്ട ഒരു ചോദ്യം കൂടെ നമുക്ക് ചെയ്യാം. 2023 ഡിഗ്രി പ്രിലിംസിന്റെ ഫേസ് 2 ആണ് ഈ ചോദ്യം. നല്ല രീതിയിൽ ഒന്ന് വായിക്കാം. The mean age of employees in a company is 35 years. അതായത് ഒരു കമ്പനിയിലെ മുഴുവൻ ആളുകളുടെയും മീൻ ഏജ്, ശരാശരി വയസ്സ്. മീൻ എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളെ ശരാശരിയുടെ മറ്റൊരു സാധനമാണ്. മീൻ, ശരാശരി, മാധ്യം, ഇതെല്ലാം ഒന്ന് തന്നെ. മീൻ, മാധ്യം അല്ലെ മദ്യം എന്ന് പറയും. ആവറേജ്, ശരാശരി എല്ലാം ഒന്ന് തന്നെ. അപ്പോൾ ഒരു കമ്പനിയിലെ ആളുകളുടെ ശരാശരി, അതായത് മൊത്തം ശരാശരി 35. The mean age of male and female workers are 38 and 33 respectively. അതിൽ മെയിലിന്റെ മാത്രം ശരാശരി വയസ്സ് 38, ഫീമെയിലിന്റെ മാത്രം ശരാശരി വയസ്സ് 33. ഇഫ് ദർ ആർ നോ ട്രാൻസ്ജെൻഡർ വർക്കർ ഇൻ ദ കമ്പനി, ആ കമ്പനിയിൽ ട്രാൻസ്ജെൻഡേഴ്സ് ഇല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മെയിലും ഫീമെയിലും ഉള്ളൂ. ദ പെർസെൻറ്റേജ് ഓഫ് മെയിൽ വർക്കേഴ്സ് ഈസ് ഡാഷ്. അങ്ങനെയാണെങ്കിൽ ആ കമ്പനിയിലുള്ള മെയിൽ വർക്കറിന്റെ പെർസെൻറ്റേജ് കാണുക എന്നതാണ് ചോദ്യം. എങ്ങനെയുണ്ട്, കൊള്ളാവോ? അപ്പൊ ചോദ്യം ഒന്നുകൂടെ പറയുന്നു. ഒരു കമ്പനിയുണ്ട്. ആ കമ്പനിയിലെ മുഴുവൻ മെയിൽ ഫീമെയിൽ എന്നല്ല മുഴുവൻ എംപ്ലോയീസിന്റെയും ശരാശരി വയസ്സ് 35. അതിൽ മെയിലിന്റെ മാത്രം ശരാശരി വയസ്സ് 38, ഫീമെയിലിന്റെ മാത്രം ശരാശരി വയസ്സ് 33. ട്രാൻസ്ജെൻഡർ ഇല്ല എന്ന് പറഞ്ഞാൽ മെയിലും ഫീമെയിലേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ആ കമ്പനിയിലുള്ള പുരുഷന്മാരുടെ, പുരുഷ ജോലിക്കാരുടെ എണ്ണത്തിന്റെ ശതമാനം വേണം. മറ്റേതുപോലെ ആയില്ലേ? നോക്കാം. അപ്പൊ നമ്മൾ ആദ്യം മെയിൽ എന്ന് എഴുതി, രണ്ടാമത് ഫീമെയിൽ എന്ന് എഴുതി. ക്വസ്റ്റ്യൻ്റെ ഓർഡർ വ്യത്യാസമുണ്ട്, എന്നാലും മെയിൽ എന്ന് എഴുതി, ഫീമെയിൽ എന്ന് എഴുതി. അപ്പോൾ അവനവൻ്റെ നേരെ വരുന്നത് എടുക്കാവൂ. അതുകൊണ്ടാണ് മെയിലിന്റെ മാത്രം ശരാശരി വയസ്സ് നമ്മളോട് പറയുന്നു 38. ഫീമെയിലിന്റെ മാത്രം ശരാശരി വയസ്സ് നമ്മളോട് പറയുന്നു 33. രണ്ടുപേരുടെയും കൂടെ ശരാശരി നമ്മളോട് പറയുന്നു 35. മെയില് 38, ഫീമെയില് 33. രണ്ടുപേരുടെയും കൂടെ കമ്പനി മൊത്തത്തിൽ, ട്രാൻസ്ജെൻഡർ ഇല്ല അതുകൊണ്ട് ഈ കമ്പനി മൊത്തത്തിൽ മെയിലും ഫീമെയിലും കൂടെ ചേർത്ത് 35. ബുദ്ധിമുട്ടുണ്ടോ? അലിഗേറ്റ് ചെയ്യാം. 38ഉം 35ഉം തമ്മിലുള്ള വ്യത്യാസം ഇവിടെ 3. 33ഉം 35ഉം തമ്മിലുള്ള വ്യത്യാസം ഇവിടെ 2. ഈ കിട്ടുന്നതായിരിക്കും അവരുടെ എണ്ണത്തിന്റെ റേഷ്യോ 2:3. ഇനി അത് വെട്ടാൻ പറ്റത്തില്ല. വെട്ടണ്ട, വെട്ടിയില്ലെങ്കിലും കിട്ടും. വെട്ടണ്ട, ഇത് വെട്ടാവില്ല. അപ്പോൾ മെയിലിന്റെയും ഫീമെയിലിന്റെയും എണ്ണത്തിന്റെ റേഷ്യോ 2:3. ഇവിടെ വരെ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഓക്കെ ആണ്. മെയില് മാത്രം 38, ഫീമെയില് മാത്രം 33. രണ്ടുപേർക്കും കൂടെ 35 അടുക്ക്. 38ഉം 33ഉം 3, 33ഉം 35ഉം 2. മെയിലിന്റെ നേരെ വന്നതുകൊണ്ട് മെയിലിന്റെ റേഷ്യോ 2, ഫീമെയിലിന്റെ എണ്ണത്തിന്റെ റേഷ്യോ 3. അപ്പൊ മക്കളെ, മെയിലിന്റെയും ഫീമെയിലിന്റെയും എണ്ണത്തിന്റെ റേഷ്യോ എത്രയായിരുന്നു എന്നാണ് ചോദ്യമെങ്കിൽ 2:3 ആണ്. മെയിലിന്റെയും ഫീമെയിലിന്റെയും എണ്ണത്തിന്റെ റേഷ്യോ എത്രയായിരുന്നു എന്നാണ് ചോദ്യമെങ്കിൽ 2:3 ആണ് സുഹൃത്തുക്കളെ. ഒരു സംശയവുമില്ല. നമ്മളോട് ഇവിടെ പറയുന്നു മെയിൽ വർക്കറിന്റെ പെർസെൻറ്റേജ് വേണം. മെയിൽ വർക്കർ 2, മൊത്തം 5, ടോട്ടൽ 5 ഇൻറ്റു 100. ഫീമെയിൽ വർക്കറിന്റെ പെർസെൻറ്റേജ് ആണെങ്കിൽ 3, ടോട്ടൽ 5 ഇൻറ്റു 100. മെയിൽ വർക്കർ ആണെങ്കിൽ 2, ടോട്ടൽ മക്കളെ 5 ഇൻറ്റു 100.
ഓരഞ്ച് 5 10 20 20 ഗുണം 2 നമ്മുടെ ഉത്തരം 40%. പക്ക ക്ലിയർ ആണ്. മുമ്പോട്ട് പോവാ. ഓപ്ഷൻ എ. നമ്മളോട് ഫീമെയിൽ ആണ് ചോദിച്ചെങ്കിൽ 40 മറ്റേ 60. എന്നാലും 3/5 × 100 60 ആവും. ഒന്നുകൂടെ ലാസ്റ്റ് സ്റ്റെപ്പ്. മെയിൽ വർക്കറിന്റെ പെർസെൻറ്റേജ് കാണാൻ മെയിൽ വർക്കറിന്റെ റേഷ്യോയായ 2 ടോട്ടൽ റേഷ്യോയായ 5 × 100 ഇത് വെട്ടിക്കളയുമ്പോൾ നമ്മുടെ ഉത്തരം 40%. സെറ്റ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ പഠിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓക്കെ ആണ് എന്ന് വിശ്വസിക്കുന്നു. കൃത്യമായും എല്ലാ കാര്യങ്ങളും മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി കുറച്ച് ചോദ്യങ്ങളൂടെ റേഷ്യോ പ്രൊപ്പോർഷന്റെ ഭാഗമായിട്ട് വരാനുണ്ട്. അത് അടുത്ത ദിവസം തന്നെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തും. അതുകൂടെ ആകുമ്പോഴത്തേക്കിന് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് വന്നിട്ടുള്ള മുഴുവൻ ചോദ്യങ്ങളും കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഓക്കെ ആക്കിയിരിക്കും. അപ്പോൾ തൊട്ടടുത്ത ദിവസം മറ്റൊരു ക്ലാസ്സിൽ കാണാമെന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. എല്ലാവർക്കും താങ്ക് യു. സൈനിങ് ഓഫ്.